നിങ്ങളൊന്ന് കണ്ടോളൂ സഹോദരന്മാരെ. സലാം സല്ലമി പറയുന്നത് കേട്ടോ, ജിന്ന് എന്ന് പറഞ്ഞ കാട്ടാളനാണ്. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച നിഘണ്ടുവാണ് കാമൂസ്. ആ ലിസാൻ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിൽക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്ന് തന്നെ പ്രയോഗിക്കുക. അപ്പോ ഒമാ ഖലഖ്തുൽ ജിന്ന എന്താ അർത്ഥം? വൈറസിനെ നമ്മൾ പഠിച്ചിട്ടില്ല. ഖുർആൻ കൊണ്ട് ഇയാൾ കളിച്ച്. നിങ്ങൾ ചിന്തിക്കുക എന്താ അവസ്ഥ. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മുജാഹിദ് പ്രവർത്തകർ. ജിന്നുകൾ രംഗത്ത് വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ധാരാളം മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചു. എന്തെല്ലാം മാറ്റങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഈ പ്രദേശത്തെ വയസ്സായ ഒരു ഉപ്പാപ്പ അദ്ദേഹം പറയുകയാണ്, മമ്പുറത്തെ തങ്ങളുടെ രോഗം മാറ്റി. അല്ലെങ്കിൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ എന്റെ രോഗം മാറ്റി എന്നൊരാള് പറഞ്ഞാൽ മുജാഹിദുകൾ വന്നിട്ട് പ്രസംഗിക്കും, മോനെ നീ മുശ്രിക്കാണ്. കാരണം രോഗം കൊടുക്കുന്നവനും രോഗം മാറ്റുന്നവനും അല്ലാഹുവാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് വെള്ളം തന്നു എന്നൊരു സുന്നി പറഞ്ഞാൽ ഇവന്റെ പ്രസംഗം അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആകാശലോകത്തു നിന്ന് വെള്ളമിറക്കുന്നവനാരാ? നമ്മളാണോ നിങ്ങളാണോ? ആയത്തോതിയിട്ട് മുജാഹിദിന്റെ പ്രസംഗം അല്ലാഹുവല്ലേ വെള്ളം തരുന്നവൻ, അല്ലാഹുവല്ലേ രോഗം മാറ്റുന്നവൻ. അത് മുഹയ്യിദ്ദീൻ ശൈഖാണെന്ന് പറഞ്ഞാൽ, മമ്പുറത്തെ തങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. നമ്മൾ വന്ന് വിശദീകരിച്ചു കൊടുക്കും, മൗലവി പഠിച്ചോ, മമ്പുറം തങ്ങൾ രോഗം മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? രോഗം മാറ്റുന്നത് അല്ലാഹുവാണ്. പക്ഷേ മമ്പുറത്ത് പോയപ്പോഴാ മാറിയത്. അപ്പൊ മമ്പുറം തങ്ങൾ കാരണക്കാരാണ്, മാറ്റിയത് അല്ലാഹുവാണ്. വെള്ളം തരുന്നവൻ അല്ലാഹു തന്നെ. പക്ഷേ കുത്തുബിയത്ത് ചൊല്ലിയപ്പോഴാ മഴ കിട്ടിയത്. അപ്പൊ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അതിന്റെ കാരണക്കാരാണ്. തരുന്നത് അല്ലാഹുവാണ്. ഡോക്ടറെ സമീപത്ത് ചെന്നു, ഡോക്ടറുടെ മരുന്ന് കുടിച്ചു, രോഗം മാറി. മാറ്റിയത് അല്ലാഹുവാണ്. ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് നമ്മൾ വഅല് പറഞ്ഞു. പക്ഷേ മുജാഹിദുകൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല, അത് ശിർക്ക് തന്നെ. നാ കേട്ടോ, അൽഹംദുലില്ലാഹ് ജിന്നുകൾ വന്നപ്പോൾ കാര്യം ശരിയായി. അതെങ്ങനെ? സക്കരിയ സലാഹിന്റെ പ്രഭാഷണം, ജിന്നുകൾ രോഗമുണ്ടാക്കും. ആരാ രോഗം ഉണ്ടാക്കുക? ജിന്നുകൾ. അപ്പോഴതാ അയാളെ ഉസ്താദ് സലാം സുല്ലമി, നേരത്തെ നിങ്ങൾ കണ്ട ശൈഖുൽ ഹദീസ്, അയാൾ ചാടിക്കൊത്തി. അയാൾ പറഞ്ഞു, സക്കരിയ നീ മുശ്രിക്കാണ്. കാരണം അള്ളയാണ് രോഗമുണ്ടാക്കുന്നത്. ജിന്നുകൾ രോഗമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ മുശ്രിക്കാണ്. അപ്പൊ ഉസ്താദിന് തൗഹീദ് പഠിപ്പിക്കാൻ ആര്? ശിഷ്യൻ. അതാ നിങ്ങൾ കേൾക്കാൻ പോണത്. സക്കരിയ സലാഹി പറയാണ്, സുല്ലമി ഉസ്താദായിട്ട് കാര്യമില്ല, തൗഹീദ് പഠിച്ചു വാ. ഉസ്താദിനോടാ ഒരു കാര്യം, ഒരു വസ്തു അതിന്റെ കാരണത്തിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അതിൽ ശിർക്ക് വരൂല സുല്ലമി. ഉദാഹരണം പറഞ്ഞു കൊടുക്ക. ചിക്കൻ ഗുനിയ എന്ന രോഗമുണ്ടാകുന്നതിൽ കൊതുകിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ സുല്ലമി? ഇയാൾ പഠിപ്പിച്ചു കൊടുക്ക. എന്നിട്ട് സക്കരിയ പറയാണ്, പണ്ട് നമ്മൾ സുന്നികൾക്കെതിരെ ഓതിയ ആയത്തൊക്കെ ഇപ്പൊ നമ്മൾക്കെതിരെ ഓതാൻ തുടങ്ങിയിട്ടുണ്ട് മക്കളെ, ഇത് അവസാനിക്കാൻ ട്ടോ. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ഉസ്താദിനുള്ള നമുക്കുള്ള മറുപടി അല്ല, സ്വന്തം ഗുരുനാഥനായ സുല്ലമിക്ക് കൊടുത്ത മറുപടി കേട്ടോളൂ. പങ്കുണ്ട് എന്ന് പറഞ്ഞാ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഇയാൾ പറയണേ വൈറസ്, ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കുണ്ട് പറഞ്ഞാൽ ശിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ് ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാലോ ജിന്ന് സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. പൊട്ട പോയത്തക്കാരെ വലിയ തെളിവെച്ച് നടക്കുക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പറഞ്ഞാൽ ശിർക്കാവോ?
ആവോ? ഈ ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ശിർക്കാവോ? ഇല്ല. ചിക്കൻ കുനിയൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ രോഗമൊക്കെ അല്ലല്ലേ ഉണ്ടാക്കണ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണ്, കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. അപ്പൊ കൊതു അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് ഇതൊന്നും പറഞ്ഞാൽ ശിർക്കാവൂല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്കാവും. സുല്ലമി മനസ്സിലാക്കിക്കോ, അതും ശിർക്കാവൂല. എന്താ അതും അല്ല നിശ്ചയിച്ചൊരു കാരണമാണ്. വൈറസ് മുഖേനയും ബാക്ടീരിയ മുഖേനയും രോഗം ഉണ്ടാകും. അതിപ്പോ 5%, 95% ആളുകൾ അതിനെ കാണുന്നുണ്ടോ? ഏരിയ ചെറിയ ലബോറട്ടറിയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ മറ്റോ കണ്ടിട്ടുണ്ടാവും സൂക്ഷ്മദർശിനിയിൽ, അല്ലേ? അപ്പൊ ആ സൂക്ഷ്മജീവികൾ രോഗമുണ്ടാക്കുന്നത് പോലെ ജിന്നും രോഗം ഉണ്ടാക്കും. ഇയാള് പറയണതോ ജിന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവിയാണ്. അപ്പൊ ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്ക്. അതിന് ഇയാൾ പറയുന്ന പരിഭാഷയായ മൈക്രോബുകൾ എന്ന് പറഞ്ഞ സൂക്ഷ്മജീവികൾ രോഗം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ തൗഹീദും. ഈ പൊട്ടപ്പോയത്തം മുണിങ്ങി നടന്നിട്ട് ഞങ്ങൾ തൗഹീദിൽ പേച്ചുകൊണ്ട് ആയത്തോതാണ്. നിങ്ങളോളെ വിളിച്ചാ നിങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കൂലട്ടോ. കേൾക്കൂല എന്ന് പറഞ്ഞ മിനൽ മലായിക്കത്തി വൽ ജിന്നി വൽ ഇൻസി. എന്താ ഇതിന്റെ പൊലിപ്പ്. ഖുറാബികളോട് ഓതുന്ന ആയത്തപ്പോ ഞങ്ങളോട് ഓതുക. അപ്പൊ ജിന്നും പ്രാർത്ഥന കേൾക്കൂല. ഇനി കുറെ കാലം നിങ്ങളൊന്ന് ഓതി, കുറെ ഇങ്ങോട്ട് ഓതാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ സക്കരിയ സരായിനെ കാണുമ്പോ AP അബ്ദുൽ ഖാദിർ മൗലവി ഓതുകയാണ്, സക്കരിയ നീ മുശ്രിക്കാണ്. കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നശ്ശിർക ലദുൽമുൻ നദീം. അപ്പൊ ഇയാൾ അങ്ങോട്ട് AP നീയും മുശ്രിക്കാണ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ തദ്ഉ മഅല്ലാഹി അഹദാ. രണ്ടും പോയി. അവിടെ ഇപ്പൊ ഉള്ളത് മെച്ചമല്ലേ ജിന്ന് വന്നപ്പോ കിട്ടിയത്. ഇനി അടുത്ത നേട്ടം കേട്ടോ. അടുത്ത നേട്ടം എന്താ അറിയോ? വഹാബികളൊക്കെ മന്ത്രിക്കാൻ തുടങ്ങി. അത് വലിയ നേട്ട. മന്ത്രിക്കാൻ നമ്മൾക്കാരെ വഹാബികളപ്പം മുന്നിൽ അങ്ങക്കറിയോ? മന്ത്രം ഏതെല്ലാം സൈസാന, ഒരുപാട് സൈസ് മന്ത്രം. ടേപ്പ് റെക്കോർഡ് മന്ത്രമാണ് ലാസ്റ്റ് വന്ന മന്ത്രം. അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മന്ത്രത്തിന് ഇപ്പൊ തെളിവ് നമ്മളെല്ലാം പണ്ട് മന്ത്രിച്ചാ നമ്മളൊക്കെ ഖുറാഫികൾ എന്നല്ലേ അവര് പറയാ. ബുദ്ധിയില്ലാത്തവർ മന്ത്രിക്ക് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ നിങ്ങളൊരു മന്ത്രം. ഇന്ന് തെളിവറിയാ. മൗലവിന്റെ പ്രസംഗം കേട്ടില്ലേ നിങ്ങള്? പറയാണ്, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികൾ മന്ത്രിച്ചിട്ടില്ലേ? എത്രത്തോളം ഒരു മൗലവി പറയാണ്, ബുഖാരിയിലെ ഹദീസ് മൂപ്പർക്ക് ഇന്നലെ കിട്ടിയതാ തോന്നുന്നുണ്ട്. ഏതാ ഹദീസ്? ഒരു കൂട്ടം സ്വഹാബികൾ ഒരു സ്ഥലത്തെത്തിപ്പെട്ടു, ഒരു പ്രദേശത്ത്. അപ്പൊ ആ പ്രദേശത്തുള്ള നേതാവിന് പാമ്പ് കടിയേറ്റപ്പോൾ ബലം കണ്ടെത്തിയത്. പാമ്പ് കടിയേറ്റ ആളിങ്ങനെ ബോധം കെട്ട് കിടക്കുക, ബോധരഹിതനാണ്. പല ചികിത്സയും നോക്കി, മാറുന്നില്ല. ആ സമയത്ത് സ്വഹാബികളുടെ സമീപത്ത് വന്നിട്ട് ആ നാട്ടുകാർ ചോദിക്കാണ്, ഞങ്ങളെ നേതാവ് പാമ്പ് കടിയേറ്റ് കിടക്കാണ് ബോധമില്ലാതെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചു തരുമോ? അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു, ബുഖാരിയിലാട്ടോ, ഞാൻ മന്ത്രിച്ചു തരാ, പക്ഷേ വെറുതെ മന്ത്രിക്കൂല, ഒറ്റ മന്ത്രത്തിന് 30 ആടുകൾ വേണം. ബുഖാരിയിലുള്ളതാ. ഇവര് പറഞ്ഞു 30 ആട് തരാ, ഞങ്ങളെ നേതാവ് ഒന്ന് രക്ഷപ്പെട്ട അതല്ലേ നല്ലത്. ഒരു സ്വഹാബി മുന്നോട്ട് വന്നു, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഒറ്റ ഊത്താണ്. അയാൾ എഴുന്നേറ്റങ്ങിരുന്നു, 30 ആടും കൊടുത്തു. 30 ആടുകളുമായി പോയത് എങ്ങോട്ടാ? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. നബി തങ്ങൾ ചോദിച്ചു, മക്കളെ എവിടുന്നാ ഈ 30 എണ്ണം കിട്ടിയല്ലോ ആട്, എവിടുന്നാ അത്? അത് നബിയെ ഞങ്ങൾ മന്ത്രിച്ച് കൂലി വാങ്ങിയതാ. ഓടാ അവിടുന്ന്, മന്ത്രിച്ച് കൂലി വാങ്ങലോ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞത് നല്ല ഹലാലായ മുതലാണല്ലോ, അതുകൊണ്ട് 29 നിങ്ങൾ എടുത്തോ, 1 എനിക്ക് തന്നോ. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ നിങ്ങള് പെണ്ണുങ്ങൾ എടുത്താറിനെ ബലൽപ്പം പറയും, അത്ര നല്ല ഒന്നല്ലേ, നബിതങ്ങൾ എടുത്തിട്ടില്ലല്ലോ. അത് വേണ്ടാന്ന് കരുതിയിട്ടാ പറഞ്ഞത്. 30 എണ്ണത്തിൽ 1 ഇങ്ങോട്ട് തന്നോ, ബാക്കി നിങ്ങൾ എടുത്തോ. ഇത് മുജാഹിദ് എന്ന് വഅദ് പറയാണ്, നമ്മളല്ല. നോക്ക് നിങ്ങൾ എന്തെല്ലാം മന്ത്രം. സക്കരിയ സലായി അടുത്ത് മന്ത്രിച്ച്, ആദ്യം തന്നെ മന്ത്രിച്ചതിൽ ഭ്രാന്തനെ. ആദ്യത്തെ മന്ത്രം തന്നെ മാനസിക രോഗിനെ. എങ്ങനെയാ മന്ത്രം എന്നറിയോ? സക്കരിയ സലായി പറയാണ്, ഭ്രാന്തൻ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോ എനിക്ക് പേടിയായി, മന്ത്രിക്കുന്ന എന്നെ പേടിയായി. അങ്ങനെ നേരെ മന്ത്രിക്കാൻ പേടിയായിട്ട്
ഖുർആനിന്റെ CD, ശരിക്കും മനസ്സിലാക്കണം മന്ത്രത്തിന്റെ കൊല. ഖുർആനിന്റെ CD ടേപ്പ് റെക്കോർഡിൽ ഇടുന്നു, എന്നിട്ടൊരു എയർഫോൺ അതിൽ കുത്തിക്കൊടുക്കുന്നു, നേരെ ഭ്രാന്തന്റെ കാതിലേക്ക് വെച്ചു കൊടുത്തു. അതാണ് ടേപ്പ് റെക്കോർഡ് മന്ത്രം. എങ്ങനെ ഉണ്ടാവും ഭ്രാന്തന്റെ കാതിൽ ഇത് വെച്ചു കൊടുത്താല്? ഭ്രാന്തനൊന്ന് മാറാൻ വേണ്ടി വന്നതാ. നോക്കുമ്പോ ഇവന് മന്ത്രി കോത്തിന്റെ CD ഇട്ടിട്ട് കാതിൽ വെച്ചു കൊടുത്തത്രേ. ഇയാൾ പറയാ സക്കരിയ, ഞാൻ കുറച്ച് ദൂരെ പോയി ആയത്തുൽ കുർസി ഓതി നിന്റെ അടുത്ത് കേട്ട ശൈത്താൻ വന്നാലോ എന്ന് വിളിച്ചിട്ട് ധൈര്യമില്ലാത്തവരാ പണിക്ക് പോകണം. ആയത്തുൽ കുർസി ഓതിട്ട് ഇയാൾ അപ്പുറത്ത് പോയിരുന്നു. എന്നിട്ട് ഇയാളിങ്ങനെ പറഞ്ഞത്ര ശൈത്താനോട് ഉഖ്റുജതു വല്ലാ, നബിതങ്ങളെടുത്തൊരു ശൈത്താൻ കാര്യം പെണ്ണ് വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞത് അഖുർജതു വല്ലാ, പോടാ ശൈത്താനെ. ഇയാൾ എങ്ങനെ പറഞ്ഞു നോക്കി, ഉഖ്റുജതു വല്ലാ, എന്നിട്ട് പോണില്ലല്ലോ. ശൈത്താൻ എങ്ങനെ പോയി? ശൈത്താൻ പറഞ്ഞു നമ്മൾ രണ്ടാളും കമ്പനി ഞാനായിട്ട് പോണോ? അങ്ങനെ എന്തായിരുന്നറിയോ? ഇതിങ്ങനെ കേൾക്കല്ലേ ഓത്ത്. ലാസ്റ്റ് മന്ത്രത്തിന്റെ പര്യവസാനം എന്താണെന്നറിയോ? ഇയാൾക്ക് ഇങ്ങോട്ട് ഹാലടങ്ങി. ആർക്ക്? ഈ ശൈത്താൻ, മറ്റേ ഭ്രാന്തന്. എന്നിട്ട് സക്കരിയ പറയാണ്, എന്റെ ഒരു നല്ല ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ, അത് അടിച്ചങ്ങ് തകർത്തു, എന്റെ ടേപ്പ് റെക്കോർഡ് നശിപ്പിച്ചു. ഒറ്റ മന്ത്രം 50,000 രൂപ നാശനഷ്ടം. സഹാബത്ത് മന്ത്രിച്ച 30 ആട് കിട്ടിയതാ, ഇത് മന്ത്രിച്ചപ്പോ പോയതാ. ഞാൻ പറഞ്ഞു ഈ മന്ത്രം ആയുസ് ഉണ്ടാവില്ല മക്കളെ കൂടുതൽ. ഇനി അഥവാ മന്ത്രം തുടങ്ങുകയാണെങ്കിൽ മന്ത്രിക്കുന്ന റൂമിന്റെ മുന്നിൽ ഒരു ആംബുലൻസ് നിർത്തേണ്ടി വരും. കാരണം എപ്പോഴും അടി കിട്ടാന്ന് പറയാൻ പറ്റുമോ? തങ്ങൾമാരൊക്കെ മന്ത്രിക്കുന്ന കണ്ടിട്ട് ഈ ജാതി മന്ത്രത്തിന് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് കണ്ടോളൂ. സക്കരിയാസലായി തന്നെ അയാൾ മന്ത്രിച്ച കഥ പറയുന്നുണ്ട്, കേട്ടോളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസികരോട് ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേഫിന്റെ CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഏയ് ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റെക്കോർഡിൽ സാധാ കാസറ്റിട്ടാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശൈത്താൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ്, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. അതിലിവൻ ചാടി അങ്ങ് എണീറ്റ് പാടിന്റെ ടേപ്പ് റെക്കോർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ടിങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം ഉണർന്ന മാതിരി എന്താടാ നീ കാണിച്ച്? അല്ല അതാ ഇത് കണ്ടോ, അതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, 100 എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുഖ്യ നടത്തി വെച്ചു? ഞാൻ റുഖ്യ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് രണ്ടാക്കും ശൈത്താനീയത്താ. മന്ത്രിച്ച ആൾക്കും മന്ത്രിക്കപ്പെട്ടവർക്ക് അല്ലാഹു. നിങ്ങൾ നോക്ക്, പുതിയ മന്ത്ര. ഇനിയിപ്പോ ഞങ്ങൾ ചോദിക്കണം, അള്ളാഹുവിന്റെ റസൂല് ടേപ്പ് റെക്കോർഡ് മന്ത്രം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ചോദിക്കൂല, കാരണം ഞങ്ങൾ മുജാഹിദല്ലാത്തത് കൊണ്ട് അല്ലേ. ഇനിയായിട്ടായാലും വലിയ രസം. ഇയാളിങ്ങനെ മന്ത്രിച്ച്, അപ്പൊ ഇയാൾ അപ്പുറത്തുള്ള മൗലവിണ്ട്, അനസ് മൗലവി, കായക്കൊടി, ഇവരെല്ലാം പ്രസംഗിച്ച് നടന്നു. അനസ് കാര്യമായി പറഞ്ഞു, അനസ് മൗലവി നമ്മളെ സക്കരിയാസലായി മന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതും സ്പെഷ്യൽ മന്ത്രമാണ്, ടേപ്പ് റെക്കോർഡ് മന്ത്രമാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പൊ അടുത്ത പ്രസംഗത്തിന് സക്കരിയ പറയാണ്, അനസേ
നെളിയണ്ട, ഞാൻ മന്ത്രിക്കുന്ന ആളാന്നല്ലേ നീ പറഞ്ഞത്? നീയോ നമ്മൾ രണ്ടാളും കൂടിയല്ലേ പണ്ട് മന്ത്രിക്കാൻ പോയത്? കള്ളന്മാര് തെറ്റി അങ്ങനെ ഉണ്ടാവും. ആ നിങ്ങൾക്കറിയില്ലേ, പണ്ട് AP ഉസ്താദിന്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ചു, അരീക്കോട് മുജാഹിദ, രാത്രി ആരുമില്ലാത്ത സമയത്ത് കാന്തപുരത്ത് അറസ്റ്റ് ചെയ്യുക, ആരാളുമില്ല. പിന്നെ മുജാഹിദ് പിളർന്ന് മടവൂര് മറ്റേതായി പിളർന്നപ്പോ ഒരു മൗലവി അരീക്കോട്ട് നിന്ന് പ്രസംഗിച്ച് ഇതാരാ ചെയ്തതെന്നറിയോ? മൗലവിന്റെ പേരൊക്കെ പറഞ്ഞു, ഇന്ന മൗലവിയാണ് ഇത് ചെയ്തത്. അപ്പൊ അടുത്ത ദിവസം അയാളെ പ്രസംഗം, അയാൾ പറഞ്ഞു ഞാൻ തന്നെയാണ് ചെയ്തത്, പക്ഷേ എനിക്ക് പശ തേച്ചെന്നത് ആ മൗലവി തന്നെയാണ്. രണ്ടാളും കള്ളന്മാര് നമ്മൾ തെറ്റി അങ്ങനെ ഉണ്ടാവും. അപ്പൊ നോക്കുമ്പോ ആരും മന്ത്രിക്കാത്തവരില്ല അത്രേ, പക്ഷെ തലയിൽ മുണ്ടിട്ടിട്ടാണ് അത്ര പോവാ. രാത്രിയാ പോവാ, കൂളിങ്ങുള്ള കാറൊക്കെ അങ്ങയിലൊക്കെയാണ് അത്ര പോവാ. എല്ലാരും ചെയ്യുന്നുണ്ട്. ഇസ്ഹാഖ് അലി മൗലവി ഉണ്ട് കള്ളിക്കണ്ടി, അയാള് ഹജ്ജിന് പോയോടുത്തുനിന്ന് വരെ പെണ്ണിന്റെ ശരീരത്തിൽ ജിന്നിറക്കിയ ആളാണ്. പുറത്തെ വരികയാണൊക്കെ. സക്കരിയ പറഞ്ഞു കുറച്ച് നിങ്ങൾ കേട്ടോളി, നമ്മള് ഖുറാഫിയാളും നിങ്ങൾ നല്ലോണം, അത് വേണ്ട, ആ കാലൊക്കെ തീർന്നു പോയി, നിങ്ങളെ കുള്ളുകളിലൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ബാലുശ്ശേരി ഇതാ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ പറയാം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് കേട്ടോളൂ, സക്കരിയ സലായി പറയട്ടെ. കൊണ്ട് ഇപ്പൊ അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു, ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ, സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു, ഞാൻ ഇനി കുറച്ചും കൂടി പറയും, പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിലീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിനോട് പറഞ്ഞേക്ക് കേട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയ സലാഹിനെ അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖ് അലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസുണ്ട്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിലാരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ, പറയുന്നത് ശൈത്താനാണ്. ബാക്കിയും പറഞ്ഞത് ഞാൻ പറയണില്ല. ഉറപ്പാ ഇത് ജിന്നാണ്. ആര്? ഇസ്ഹാഖ് അലി. ഹജ്ജിന് പോയ ആളുകൾ പറഞ്ഞതാ, തെളിവാണെങ്കിൽ ഞാൻ ഇവിടെ ഹാജരാക്കും. അപ്പൊ എല്ലാവരും മന്ത്രിച്ചിട്ടുണ്ട്, എല്ലാവരും മന്ത്രിച്ചിട്ടുണ്ട്, എല്ലാവരും ഊതിയിട്ടുമുണ്ട്. ഈ മന്ത്രിച്ച സുബൈർ ഡോക്ടർ ഒന്ന് കണ്ട നിങ്ങൾക്ക്, മന്ത്രജ്ഞൻ, മന്ത്രത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കൊണ്ടുപോയാളൊന്ന്. അയാൾ പറയുന്നത് എന്താ അറിയോ? ഗൾഫിൽ നിന്ന് വരണുണ്ടെന്നല്ല പറഞ്ഞത്. നമുക്ക് അതിന് ഗൾഫിൽ നിന്ന് വരാൻ ഒഴിവില്ല, നമ്മൾ അവിടെ പോയി പിടിച്ച് ഇയാളായിട്ട് അഭിമുഖം, അവിടുന്ന് തന്നെ പിടിച്ച് ഇയാളോട് സംസാരിച്ചപ്പോ ഇയാള് പറയുന്നത് എന്താ പറയുന്ന അറിയോ? ഇയാള് പറയുന്നത് ഈ മന്ത്രത്തിനൊന്നും ഇയാൾ പറയാ അല്ല, ഈ മാനസിക രോഗത്തിനൊന്നും ശരിക്ക് ഡോക്ടർമാരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അതൊക്കെ ഖുർആൻ കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇയാൾ പറയാണ് മന്ത്രിച്ച പര ഊതണം. സക്കരിയാനൊക്കെ ഒരു കൊട്ടും കൊടുത്തു. അഥവാ ടേപ്പ് റെക്കോർഡ് മന്ത്രം ഫലം ചെയ്യാത്തത് അവിടെ ഊത്തില്ലാത്തതുകൊണ്ടാണ് ഇയാൾ പറയാ. അപ്പൊ ഇത് നമ്മൾ വയലറിയല്ല, ഇയാൾ പറഞ്ഞോ ഊതണം, ഊതിയാലേ ശരിയാവുള്ളൂ. ഇടയ്ക്ക് ഞാൻ കുറച്ച് മറന്നു. അതായത് ഈ പിന്നെ നമ്മുടെ ഈ ചില ആളുകൾക്ക് ഇങ്ങനെ ഈ പൈശാചികമായ ഉപദ്രവം ഉണ്ടായിട്ട് കൂക്ക് വിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന രോഗികളുണ്ടല്ലോ, അത്തരം ഒരു രോഗികളെ സാറെ പോലുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഭൗതികമായ എന്ത് വ്യാഖ്യാനം? അതിലെന്താ വെച്ചാൽ വാസ്തവത്തില് ഈ ഭൗതിക നിങ്ങളിപ്പോ നമ്മളെ ജീവിതത്തിൽ നിൽക്കുന്ന ഉറക്കമുണ്ടല്ലോ, ഉറക്കം എന്താണെന്ന് ഒരു ശാസ്ത്രം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ശാസ്ത്രത്തിന് ബന്ധപ്പെട്ടല്ല. അത് നിങ്ങളൊക്കെ കൂക്ക് വിളിച്ചു വന്നു കഴിഞ്ഞാല് തലച്ചോറിനെ തളർത്തുന്ന മരുന്ന് കൊടുത്ത് മയക്കി കിടത്താന്നല്ലാതെ അതിന്റെ രോഗത്തിന്റെ അടിസ്ഥാന കാരണം ചികിത്സിക്കാൻ സാധ്യമല്ല. എന്താണെന്ന് അറിയില്ല. ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോ മാനസിക രോഗങ്ങൾ ഒരിക്കലും ചികിത്സിച്ച് മാറ്റുന്ന ഒരു ഡോക്ടറെയാണ് ഒരാൾ മാനസികരോഗിയായാലും പിന്നെ ജീവിതകാലം മുഴുവൻ മാനസികരോഗിയായിട്ട് അങ്ങനെ മരുന്ന് കഴിച്ചാൽ മരുന്നിന്റെ ഇതില് പിന്നെ
ഇതിൽ തളർച്ചയിൽ ഒന്നില്ലായാലും മാനസികരോഗിയായ അതിന്റെ ക്ഷീണായിരിക്കും, അല്ലെങ്കിൽ മരുന്നിന്റെ ക്ഷീണായിരിക്കും. എന്തിലൊന്നായിട്ട് ഖുർആനിക ചികിത്സകളുണ്ടോ? ഖുർആനിക ചികിത്സകളുണ്ടോ? ഖുർആൻ ചികിത്സ അതിന് ഫലപ്രദമുള്ളൂ. ഉള്ളൂ. കാരണം മറ്റ് ഇതെന്ന് പറഞ്ഞാൽ തൽക്കാലം ആളെ മയക്കി കിടന്നത്. ഏത് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രേക്ക് പൊട്ടിയ വണ്ടിയെ നിർത്താൻ വേണ്ടി നമുക്ക് കുറച്ച് കല്ലും മണലൊക്കെ ആണ് റോഡിലെത്തിയിട്ട് ആ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഇതൊന്നല്ലാതെ അടിസ്ഥാന കാരണം മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അല്ല, ഇപ്പൊ ഖുർആൻ ചികിത്സ എന്ന് പറഞ്ഞാല് ഇപ്പൊ സക്കരിയ സാറായ പോലത്തെ പറയുന്നുണ്ട്, ആയത്തിൽ കുറിച്ച് ഊതിയാൽ കുട്ടികളുടെ ശമനം കിട്ടും, ഇങ്ങനെ ഓരോ വിഷയത്തില്. അതുപോലെ വല്ല മന്ത്രിക്കാണോ ഉദ്ദേശിക്കുന്നത്? മന്ത്രിക്കാം. ഖുർആനിലെ ആയത്തുകൾ, ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ ഓതി രോഗികൾ ഊതുക. അല്ല, അതന്നല്ലേ ഇപ്പൊ ഈ സുന്നികളിലും പലരും ചെയ്യുന്നതന്നല്ലേ? അല്ല, സുന്നികളിൽ ചെയ്യുന്ന പറഞ്ഞാൽ അതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പിന്നെ ഇപ്പൊ നൂല് മന്ത്രിച്ച് കെട്ടുക, ഏലസ് കിട്ടുക, ഇതുപോലത്തെ കാര്യത്തിൽ അതൊന്നും വേണ്ട, വെറുതെ മന്ത്രിക്കാം, കുഴപ്പമില്ല, ചെയ്യാലോ. മാത്രമല്ല ഊതണമല്ലോ, ഊതുന്നത് എഫക്റ്റീവാണ്. അതായത് ഇപ്പോ ജാഹിലിയ കാലത്തെ മന്ത്രം പോലും ശിർക്കില്ലെങ്കിൽ ചെയ്യാവുന്ന റസൂലുള്ളാഹി അനുവദിച്ചതാണ്. അല്ലല്ല, ഊത്ത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കാസറ്റ് കേൾക്കുമ്പോ എഫക്റ്റീവ് അല്ല എന്ന് ഇപ്പൊ മുജാഹിദ് പ്രസിദ്ധീകർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് കാരണം ആ ഊതുമ്പോൾ ഉള്ള എഫക്ട് കാസറ്റ് കേൾക്കുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ മന്ത്രിച്ചു പോകുന്ന ഏതെങ്കിലും മൗലവിമാര് മുജാഹിദ് പണ്ഡിതന്മാർ ഇപ്പൊ കേരളത്തിലുണ്ടോ? അല്ല, മുജാഹിദ് പണ്ഡിതന്മാര് ഇത് അംഗീകരിക്കുന്നവരല്ലോ. ഇതിപ്പോ റുക്കിയ മന്ത്രം തന്നെ ശരിക്ക് ഒരു ജനറലായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന അടുത്ത കാലത്താണ്. അതായത് പരിഭാഷയിലൊക്കെ മന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അൽമനാറിലോ ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഖുർആൻ ഓതി മന്ത്രി ചികിത്സിക്കുന്ന ഒരു രീതി കേരളത്തിൽ മുജാഹിദുകൾ സ്വീകരിച്ചിട്ടുള്ള അടുത്ത കാലത്ത്. അതുപോലെ തന്നെ പിശാച് ബാധ, സിഹർ പോലുള്ള കാര്യങ്ങളിൽ അബദ്ധമായ വിശ്വാസമാണ് പുലർത്തിയത്. ഞാൻ ഈ ഊത്തിനെ കുറിച്ച് ചോദിക്കാൻ കാരണം, നേരത്തെ ഊതുന്നതിനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോ ഊതുന്നതിനെ അംഗീകരിച്ചു വരുന്നുണ്ട്. അപകടങ്ങളെ മന്ത്രിക്കണം, മന്ത്രിച്ചൂതണം, അവരുടെ എഫക്റ്റീവാണെന്നാ പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനം ഇത്ര കാലം പഠിപ്പിച്ചത് പോയില്ലേ? ഞാനീ പറഞ്ഞത് ഇങ്ങനെ റേഡിയോ മോഡൽ പറയുന്നില്ല കേട്ടോ. ഏത് മുജാഹിദിനും വരാം. ഇനി നാളത്തേക്ക് മാറ്റി വെക്കണ്ട. നിങ്ങൾ ധൈര്യമായി മുന്നിൽ വന്നോ, മൈക്ക് നിങ്ങളെ കയ്യിൽ തരാം. നിങ്ങൾ മൈക്കിൽ ചോദിക്ക്. നിങ്ങളെ തൗഹീദും കൂടി ഞങ്ങൾ ശരിയാക്കാൻ പോവാണ്. ശരിക്ക് കേട്ടോ, ശരിക്ക് കേട്ടോ സഹോദരന്മാരെ. ഞങ്ങൾക്ക് മേലിൽ നിങ്ങളെ നേതാക്കൾ നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ സംഗതി എന്താ? ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നു എന്നതല്ലേ? മറഞ്ഞ വഴിക്ക് സഹായം തേടുന്നു എന്നതല്ലേ? അതേ, ഞങ്ങൾ പാടുകയാണ്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇതല്ലേ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. അല്ലെങ്കിൽ മുജാഹിദുകാരൻ പറയും, ഒരാൾ പുഴയിൽ വീഴുന്നു, ആരും സഹായിക്കാനില്ല. ആ സമയത്ത് ബഗ്ദാദിലുള്ള ശൈഖിനെ വിളിക്കുകയാണ്, യാ ശൈഖ് മുഹിയുദ്ദീൻ, മുഹിയുദ്ദീൻ ശൈഖേ സഹായിക്കണേ. എന്നാ കേട്ടോ, നിങ്ങളെ പുതിയ തൗഹീദ് എവിടെ എത്തി ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ശരിക്ക് പഠിച്ചോ. വാശി വേണ്ട, ബക്കാണം വേണ്ട. സംശയമുണ്ടോ ചോദിച്ചു പഠിക്ക്. അതാണ് നല്ലത്. ആഖിറമാണല്ലോ വലിയത്. അതുകൊണ്ട് 8 ഗ്രൂപ്പിന്റെ പിന്നാലെ പോകാതെ പുതിയ തൗഹീദ് മാറുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇനിയും നിലനിൽക്കുന്നതിലൊരർത്ഥവും ഇല്ല. നോക്കൂ നിങ്ങൾ, സക്കരിയ സലായിയുടെ പുതിയ പ്രഭാഷണം. ഇയാൾ പറയുകയാണ്, ഒരാൾ പുഴയിൽ വീഴുന്നു. ആ സമയത്താണ് അയാൾ ചിന്തിച്ചത്, ഇത് വലിയൊരു പുഴയാണ്, ഇവിടെ വലിയ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയാൾ വിളിക്കുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ റേഞ്ചിന്റെ പരിധിയിലുള്ള ജിന്നെ. അങ്ങനെ വിളിക്കണല്ലേ ശിർക്കോ? റേഞ്ചിലോട്ടുള്ള ജിന്ന്, അപ്പോളെ ശിർക്കാതെ. കേട്ടോ നിങ്ങള്, റേഞ്ചിന്റെ പരിധിയിലുള്ള ജിന്നെ, എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയി കരക്കെത്തിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. ഏതാവ് പറയാൻ പോവാണ്, ഞങ്ങളെ ഇത്ര കാലം നിങ്ങൾ പറഞ്ഞത് ബദരീങ്ങളെ വിളിച്ചാൽ, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ, ജിന്നിനെ വിളിച്ചാൽ, ശൈത്താനെ വിളിച്ചാൽ ശിർക്കാണെന്നല്ലേ വഅദ് പറഞ്ഞത്? മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം അള്ളാഹുവിൽ നിന്നല്ലാതെ പാടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ കേട്ടോ പുതിയ പ്രസംഗം, അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നു ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അടിസ്ഥാനപരമായ പ്രശ്നമാണത്. അയാൾ മുശ്രിക്കായി മരിച്ചു എന്ന് പറയേണ്ടി വരും.
പറയേണ്ടി വരൂലേ? എന്നിട്ട് അയാൾ മുജാഹിദീങ്ങളെ സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് കൂടി കൂട്ടിയിട്ടുണ്ട്. ഹറാമാണ്, അത് ഇയാളെ വകയിൽ ഹറാമാണ്, വിളിക്കാൻ പാടില്ല. പക്ഷെ ശിർക്കല്ല, ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതി. ശിർക്കല്ല, ബാക്കി ഞങ്ങൾ ഒരു കൊല്ലം കൂടി പണിയെടുക്കട്ടെ, അപ്പൊ ബാക്കി ശരിയാക്കി തരാം. ശിർക്കല്ല. നേരത്തെ നിങ്ങൾ എത്തിയല്ലോ കേട്ടോ. പുഴയിൽ വീണ അവസ്ഥ അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, പുഴയിൽ വീണ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അള്ളാഹുവേ രക്ഷിക്കണേന്നാ പറയേണ്ടത്. അപ്പൊ ഈ അനസ് മുസ്ലിയാരുടെ ഈ പ്രസംഗം കേട്ടിട്ട് ഒരാളൊരു കുസൃതി ചോദ്യം ചോദിച്ചു. മനുഷ്യരാരും കാണുന്നില്ല കരയിൽ. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്നോ ഒരു മലക്കോ ഇവിടെ ഉണ്ടെന്ന് വിചാരത്തിൽ ഒരാൾ ചോദിച്ചാലോ, നമ്മൾ പറഞ്ഞു പാടില്ല, ഹറാമാണ്, നബി പഠിപ്പിച്ചിട്ടില്ല, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ശിർക്കാവോ? പിന്നെയും ചോദിക്കാം. പാടില്ല എന്നുകൊണ്ട് വിടുന്നില്ല, ശിർക്കിലേക്കുള്ള വസീലായിട്ടും വിടുന്നില്ല, പാടുണ്ട്. ഈ പ്രസംഗം കേട്ടിട്ട് ചോദിക്കണം, ഇയാളുടെ ജിയാദി പ്രസംഗം കേട്ട് ജായിസാണ്, തെറ്റല്ല, കുറ്റല്ല. അപ്പൊ നമ്മൾ ഹറാമെന്നുണ്ട്, അപ്പൊ ശിർക്കാണോ? ശിർക്കാന്ന് പറയാൻ പറ്റൂല. അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, ശിർക്കാന്ന് പറയണില്ല. അയാൾ മരിച്ച മുശിരിക്കായി മരിച്ചു എന്നായി പറയണതേ. അത് പറയാൻ പറ്റുമോ? കാരണം അയാളെ മനസ്സിലെന്താ, ഈ കരയിലുള്ള ജിന്നോ മലക്കോ എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്നാ. അപ്പൊ പ്രാർത്ഥന അയാളെ മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് ശിർക്കില്ല എന്ന് പറഞ്ഞു, സൂക്ഷ്മമായി പറഞ്ഞതാ. സുഹൃത്തെ, ശിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞ അള്ളാന്റെ ഹുക്കുമാണത്. അത് പറയണമെങ്കിൽ അള്ളാഹുവോ റസൂലോ നസ്സായിട്ട് പറയണം. അല്ലാത്തത് പറഞ്ഞാൽ നമ്മൾ പടച്ചോന്റെ ഹുക്കുമിൽ കൈകടത്തിയവരാകും, കുറ്റക്കാരാകും. ശിർക്കും തൗഹീദുമൊന്നും അത് പറയാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞതല്ലാതെ പറയാൻ പാടില്ല. ഇതല്ലേ ഞങ്ങൾ പണ്ടേ പറയുന്നത്. ഇപ്പൊ ഈ വാദ എവിടെ എത്തി നിങ്ങൾക്ക് കാണിപ്പിച്ച ശരിക്ക് കാണിച്ചില്ല. സക്കരിയ സുരായിന്റെ ഈ മാറ്റം മുജാഹിദിനെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു? വിഷമഘട്ടങ്ങളിൽ അള്ളാനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞ മുജാഹിദ് ഇപ്പോൾ പറയുന്നത് അള്ളാഹുവിന്റെ പുറമേ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചാൽ അത് ശിർക്കല്ല, ഏറിപ്പോയ ഹറാമാവും. അതും അത്തരം സന്ദർഭങ്ങളിലാകുമ്പോ ഹറാമും വരില്ല. അപ്പൊ ശരിയായി. നിങ്ങൾ ചിന്തിക്കണം, എല്ലാ സന്ദർഭത്തിലും ഇത് വരും. ഒരാൾ ചുരത്തുമെന്ന് വീഴാണ്, അയാൾ ചിന്തിച്ചു ഇവിടെ ജിന്നുണ്ട്, ജിന്നെ കാക്കണേ, പ്രശ്നമില്ല, മലക്കേ കാക്കണേ, ശിർക്കില്ല. പണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തന്നെ എത്തിയില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് ശരിക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങളുടേതല്ല. സക്കരിയ സലായി ഈ വാദവുമായി മുന്നോട്ട് വന്നപ്പോ കായക്കൊടി ടീം ഇറക്കിയ ഡോക്യുമെന്ററിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കായക്കൊടി ടീം പറഞ്ഞ പോലെ പണ്ഡിത സഭ ഇറക്കിയ ഏത് ബുദ്ധിമുട്ടിന്റെ സമയത്തോ അല്ലാഹനെ മാത്രം എന്ന് പറഞ്ഞ ടീം ഒടുവിൽ പറഞ്ഞു ജിന്നിനെ വിളിക്കാം, മലക്കിനെ വിളിക്കാം, അത് ശിർക്കല്ല. നമ്മൾ അലിമ തന്നെ കൊണ്ടുപോകാൻ ഞാൻ ശരിയാക്കി തരാം. ഇത് വന്നാ ഞങ്ങളെ വിഷയം തീരുമാനമായി. ഇനി ഞങ്ങൾക്ക് കൂടുതൽ പറയണ്ട. കാരണം എന്താ, കണ്ണിൽ കാണാത്തവരെ വിളിക്കാന്നുള്ളോർത്ത് ഞങ്ങളും ഒത്തി, നിങ്ങളും ഒത്തി. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങളെ നേതാക്കളായ ഔലിയാക്കളെ, നിങ്ങൾ നിങ്ങളെ നേതാക്കളായ ശൈത്താന്മാരെ. രണ്ടും കാണുന്നില്ല. അതുകൊണ്ടാണ് എറണാകുളത്ത് വാദപ്രതിവാദത്തിന് വന്നപ്പോ നമ്മൾ ചോദിച്ചു കായക്കൊടിയോട് എന്തിനാ പോന്നത്. കുറച്ചു മുമ്പ് സക്കരിനെ പുറത്താക്കുന്നതിന് മുമ്പ് ഒരു പറഞ്ഞു നിങ്ങൾ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നു കാണാത്ത ആളെ, നമ്മൾ പറഞ്ഞു നിങ്ങൾ ശൈത്താനും വിളിക്കുന്നു കാണാത്ത ആളെ. കുടുങ്ങിയവർ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒന്ന് കണ്ടോളൂ നിങ്ങൾ. നമ്മൾ അന്ന് മട്ടാഞ്ചേരിയിൽ നടത്തിയ വാദപ്രതിവാദത്തിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് മുജാഹിദ് നേതാവായ അലിമദിൽ സംസാരിക്കുന്നത് എവിടെ എത്തിവരെ തൗഹീദ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മുജാഹിദിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആഭ്യന്തര കലഹമുണ്ടായ വിഷയമായിരുന്നു അത്. സുന്നികൾ പറഞ്ഞു പറഞ്ഞിരുന്നത് അവർ പോലും ഒഴിവാക്കിയത് കൊണ്ടുവരുന്നു. ഇവർ ആരാ കൊണ്ടുവരുന്നത്? അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെയുള്ള ആളുകളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ടീമിനെ നിലക്കു നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സുന്നികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോൾ, ഞങ്ങൾ മമ്പറന്തങ്ങളോട് സഹായം തേടുമ്പോൾ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ലാന്ന് ഹനീഫ കായക്കൊടിനെ ഇരുത്തിയിട്ടാണ് അഹ്സനിമാർ പറഞ്ഞത്. പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ തൗഹീദില്ല. തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. കേട്ടോക്കി നിങ്ങൾ. ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തമായി പറയുന്നത്, ഇല്ല ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞതോടെ നിങ്ങളുടെ പഴയകാല തൗഹീദിൽ നിന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ നിങ്ങളുടെ
നിങ്ങളുടെ നേതാക്കൾ ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല, എനിക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹിയുദ്ദീൻ ശൈഖിനോട് സഹായം തേടുമ്പോ, റിഫായി ശൈഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തെ തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. കേട്ടല്ലോ, ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ആർക്കില്ല? ഒന്നുകൂടി കൂട്ടട്ടെ, ഞങ്ങൾ ടിപിക്കും എപിക്കൂല്ല. തൗഹീദ് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഏതുവരെ? സക്കരിയനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം. വ്യക്തമായി പറയട്ടെ, ഇവർ തൗഹീദിന് വിരുദ്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ TP തുറന്നു പറഞ്ഞു സംയുക്ത കൗൺസിലിൽ, AP തുറന്നു പറഞ്ഞു സംയുക്ത കൗൺസിലിൽ, MM മദനി തുറന്നു പറഞ്ഞു സംയുക്ത കൗൺസിലിൽ, അബ്ദുറഹ്മാൻ സലഫി തുറന്നടിച്ചു സംയുക്ത കൗൺസിലിൽ. ഇനി ഈ സക്കരിയനും ടീമിനും പുറത്താക്കാത്തിടത്തോളം കാലം മമ്പുറം തങ്ങളെ വിളിച്ചു സഹായം തേടുമ്പോൾ, റിഫായി ശൈഖിനെ വിളിച്ചു സഹായം തേടുമ്പോൾ, അതുപോലെ തന്നെ പ്രവാചകനെ വിളിച്ച് സഹായം തേടുമ്പോൾ അത് ശിർക്കാണ് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് അഹ്സനിമാർ പറഞ്ഞത് TPയോടും APയോടും കൂടിയാ. തിരിച്ചറിഞ്ഞോളൂ. അതിലേക്ക് നമ്മൾ ഇവിടെ എത്തിച്ചു. അതാ ഏറ്റവും വലിയ സംഗതി. ഉള്ളിൽ കുഴപ്പമുണ്ടായി, കലഹമുണ്ടായി, ആഭ്യന്തര പ്രശ്നം വന്നു. നമ്മളിൽ ഒരു വിഭാഗം ജിന്നിനെയും മലക്കിനെയും ശിർക്കല്ല എന്ന് പറയുമ്പോൾ പുറത്താക്കണമെന്ന് വന്നു. അന്നൊക്കെ വരെ ഒന്നിച്ചാ വാദപ്രയോഗത്തിന് വന്നിരുന്നത്. കാരണം അന്ന് രണ്ടായിട്ടില്ല, 2-3 ആയി. ഇപ്പോഴുള്ള പിളർപ്പുണ്ടായിട്ടില്ല. ആ ഇടമുട്ടൻ സംവാദം എടുക്ക്, ഞാൻ കാണിച്ചു തരാം. ഒന്നിച്ച് ഞങ്ങൾക്കെതിരെ വന്നവരായിരുന്നു നിങ്ങൾ പല വേദികളിലും. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് സക്കരിയ സ്വലായി, അയാളെ കൂടെ അന്നുണ്ടായിരുന്നു ഹനീഫ് കായക്കൊടി, അനസ് മൗലവി, ജബ്ബാർ മൗലവി. എന്നാ കേൾക്കണം നിങ്ങൾക്ക്, ആ ടീം 4 ഗ്രൂപ്പിലാണ്. 4 ചിന്നിച്ചിതറി. അതാണ് പറയുന്നത്. നമ്മളെ കാരണം എന്താ അറിയോ? ജിന്നിലെത്തിപ്പെട്ടാ പിന്നെ ഔലിയാക്കളിൽ എത്താൻ ഒരു പണിയില്ല. കാരണം എന്താ? ജിന്നുകൾക്ക് കഴിയുന്ന കഴിവിനേക്കാൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സാധിക്കും. അതാ പ്രശ്നം. അതുകൊണ്ടല്ലേ ഇബ്നു തൈമിയ പോലും പറഞ്ഞു. എന്താ നിങ്ങൾക്ക്? ഇബ്നു തൈമിയ മുജാഹിദിന്റെ നേതാവല്ലേ? അയാളോട് ഒരു ചോദ്യം ചോദിച്ച ഒരാൾ, അയാൾ ഫത്താവയിൽ കാണാം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയല്ലോ. ആദ്യം പോയത് എങ്ങോട്ടാ? ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോൾ ആദ്യം സിയാറത്ത് ചെയ്തു ആരെ? കലീമുല്ലാഹി മൂസ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബിയുടെ ഖബറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നു, നിന്ന് നിസ്കരിക്കുന്നു. നമുക്കാർക്കെങ്കിലും തർക്കമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞില്ല, നമ്മളത് വിശ്വസിച്ചു. മുസ്ലിമിന്റെ ഹദീസാ. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നു. അങ്ങനെ നബി തങ്ങൾ ആകാശത്തിന്റെ മുകൾക്ക് പോകട്ടോ. 6ാം ആകാശത്തെത്തി. ത്വഹാ റസൂലുള്ളാഹി. ആരായിരുന്നു 6ാം ആകാശത്ത് സ്വീകരിച്ചത്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ ഇബ്നു തൈമിയോട് ഒരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? ഈ 6ാം ആകാശത്ത് എങ്ങനെ എത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് മൂസാ നബി എങ്ങനെ എത്തി? ഇബ്നു തൈമിയ കൊടുത്ത മറുപടി അതിൽ വൈരുദ്ധ്യമില്ല. കാരണം അമ്പിയാക്കളുടെ ആത്മാവുകൾ, മഹാന്മാരുടെ ആത്മാവുകൾ അത് മലക്കുകളുടെ ഗണത്തിൽപ്പെട്ടതാണ്. മലക്കുകളെ പോലെ ഒരു സെക്കൻഡിൽ ഉയരാനും തായാനും എല്ലാ കഴിവും അള്ളാഹു അവർക്ക് നൽകും. ഞങ്ങളല്ല പറഞ്ഞു നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയാണ്. അപ്പൊ ജിന്നും മലക്കും ഒക്കെ എന്ന് പറഞ്ഞ ബാക്കി റെഡിയായി ഇവിടെ. പിന്നെ സംശയമില്ല. നോക്കിക്കോ നിങ്ങള്. പഴയകാല ഓർമ്മക്ക് വേണ്ടി ഞാനൊന്ന് കേൾപ്പിച്ചരാ. എല്ലാരും ഒന്നിച്ചുള്ള സമയത്ത് പേരോട് ഉസ്താദിനോടുള്ള വാദപ്രതിവാദം, ഇടമുട്ടൻ സംവാദം. എന്നിട്ട് ഇയാൾക്ക് പുസ്തകം കട്ട് വായിച്ചു, അപ്പുറം വായിച്ചില്ല അപ്പുറം വായിച്ചു, നടുത്ത് മാത്രം വായിച്ചു. പിടികൂടി ഇയാളെ. ആ രംഗൊന്ന് കണ്ടോളൂ.
ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിൽ ഇല്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറമുണ്ടോ അപ്പുറമുണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും അതിന് എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചിരിക്കുകയെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എന്റെ സമയമാണ്. നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതെവിടെ ലാ ഇലാഹ? അപ്പൊ എന്താ മനസ്സിലായി? ഒരു ഇലാഹുല്ല. അപ്പൊ മനസ്സിലായില്ല, അല്ലില്ല. ചങ്ങാതി ഇല്ലല്ലാന്ന് അപ്പുറത്തില്ല, അല്ലല്ലാതെ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വായിക്കും. ഇതാ മുജാഹിദിനൊക്കെ പറ്റിയത്. കക്കും ബാക്കി വായിക്കൂല. ശാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ട്. ഉറപ്പല്ലേ? അതിന്റെ ബാക്കി എന്താ? കെട്ടിപ്പൊക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് ഇല്ലം യകുനിൽ മയ്യിത്ത് മിൻ അഹ്ലിൽ ഖൈരി വസ്സലാഹ്, അമ്പിയാക്കളെ ഔലിയാക്കളെ ഖബർ അല്ലെങ്കിലാണ്. അത് വായിക്കൂല. തട്ടിപ്പണ്ടങ്ങള് എല്ലാ വിഷയം മുഴുവൻ പഠിക്കണം. ഇല്ലെങ്കിൽ പ്രശ്ന, ഇല്ലെങ്കിൽ വഹാബിയാവും. അപ്പോ ഇവരെല്ലാം ഒന്നിച്ചാ വന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാ ഇനി ഇവരെ സ്വന്തം ഉസ്താദിനെ മുശ്രിക്കാക്കുന്ന രംഗം കൂടി കണ്ടു. അന്ന് മണ്ണാർക്കാട് സംവാദം, തലശ്ശേരി, ഇതിനൊക്കെ നേതൃത്വം നൽകിയ ഒരു മൗലവി ഉണ്ടായിരുന്നു, ജബ്ബാർ മൗലവി. അയാള് സക്കരിയ സലൈന്റെ ആളാ. നമ്മൾ പല സ്ഥലങ്ങളിലായി ഇവരോട് പറഞ്ഞു, ജബ്ബാറിനെയും സക്കരിയനെയും പുറത്താക്കാത്തോടത്തോളം കാലം നിങ്ങൾക്ക് തൗഹീദ് പറയാൻ പറ്റൂല. അങ്ങനെ ഒടുവിൽ ഇവർ തീരുമാനിച്ചു ഇവരെ പുറത്താക്കാൻ. അതിന് കാരണമായത് മൂവാറ്റുപുഴയിൽ നടന്ന നോമ്പിന്റെ തൊട്ടു മുമ്പ് നടന്ന സംവാദമായിരുന്നു. ആ സംവാദത്തിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ നിങ്ങളൊന്ന് കേട്ടോളൂ, ശരിക്കും പഠിച്ചോളൂ. ഈ ചോദ്യം വഹാബിനെ കണ്ടാൽ ഗ്രൂപ്പ് ഏതാന്ന് തീരുമാനിക്കാനുള്ള ചോദ്യം. രക്തം നോക്കിയാൽ കിട്ടൂലല്ലോ ഏതാ ഗ്രൂപ്പ്. അപ്പൊ ഈ ചോദ്യം ചോദിക്കാം. ഏതാ ചോദ്യം എന്നറിയോ? വിജനമായ ഒരു പ്രദേശം കേൾക്കുമ്പോ തന്നെ വഹാബി ഓടാൻ നിൽക്കും. നിക്ക് ഓടല്ല, ഈ ചോദ്യം കേട്ടിട്ട് ഓട്. വിജനമായ ഒരു പ്രദേശം, ആരെയും കാണുന്നില്ല. ആ സമയത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അങ്ങനെ വിളിക്കണം എന്നാരാ പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞില്ലേ അവിടുന്ന്, ഇദാ അളല്ല അഹദുക്കും ശൈആ ഔ അറാദ അഹദുക്കും ഔനാ വഹുവ ബിഅർദിൻ ലൈസ ബിഹാ അനീസ്. നിങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്തെത്തിപ്പെട്ടു, നിങ്ങൾക്കൊരു സഹായം ആവശ്യമായി വന്നു എങ്കിൽ ഫല്യഖുൽ, അവൻ പറയട്ടെ, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് പറയണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ പറഞ്ഞാലോ നിങ്ങൾക്ക് സഹായം കിട്ടും. ഫഇന്ന ലില്ലാഹി, കാരണം അല്ലാഹുണ്ട്, ഇബാദൻ, ചില അടിമകൾ, ലാ നറാഹും, നമ്മൾ അവരെ കാണൂല. അപ്പൊ വിളിക്കണം എന്നാരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ വിളിച്ചാ ശിർക്കാന്നാണ് ചോദ്യം. ചോദ്യം എന്ന് കേട്ടോളൂ നിങ്ങൾ ആദ്യം. വിജനമായ ഒരു സ്ഥലത്ത്, വിജന പ്രദേശത്ത് വെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ
അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അതെല്ലാവരും മനസ്സിലാക്കണം. കായക്കൊടിയാണ് അപ്പുറത്തുള്ളത്. അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് തർക്കമില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ്. സുബ്ഹാനല്ലാഹ്. പറയണമെന്ന് ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ എങ്ങനെ ഒരു ശിർക്ക് ചെയ്യാൻ പറയൂ? വഹാബികളെ നിങ്ങൾ കേട്ടോ, ഇമാം ബസ്സാറ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഹദീസ്? ഇമാം തുബ്രാനി ഉദ്ധരിച്ചിട്ട് തുബ്രാനി ഇമാം എന്താ പറഞ്ഞത്? ഞാൻ വഴിയിൽപ്പെട്ടപ്പോ ഞാൻ വിളിച്ചു. തുബ്രാനി ഇമാം. ഇമാം നബവി റഹിമഹുല്ലാ പറഞ്ഞു ഞാനും വിളിച്ചു പെട്ടപ്പോ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാ, അവിടുന്ന് പറഞ്ഞു വഴി പേച്ചപ്പോ ഞാനും അത് പറഞ്ഞു. ഇമാം തുബ്രാനി, ഇമാം നബവി ഇവരെല്ലാരും വിളിച്ചു എന്നാ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആർക്കും ചോദിക്കാം, നിങ്ങൾ റെഡിയായി വന്നോ ചോദിക്കാൻ, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ നന്നാകണം, അതിനാണ് ഈ പറയുന്നത്. നിങ്ങൾ നോക്ക്, അപ്പൊ കായക്കൊടി അതിന് കൊടുത്ത മറുപടി ഒക്കെ ശിർക്കാണ്. ഒന്ന് കേട്ടോളൂ. തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജന പ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പിന്നെ എല്ലാം ശിർക്കാ. എല്ലാം ടിക്കറ്റ് കൊടുത്ത കണ്ടകള് ജിന്നായാലും മനുഷ്യനായാലും മലക്കായാലും ഒക്കെ ശിർക്കാ. അപ്പൊ ഇമാം തുബ്രാനി വിളിച്ചതോ, ഇമാം വിളിച്ചതോ, ഇമാം ബൈഹഖി വിളിച്ചതോ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിളിച്ചതോ അതൊന്നും ചോദിക്കാൻ പാടില്ല. ആര് വിളിച്ചാലും പാടില്ല, ഓലൊക്കെ മുശ്രിക്കാണ്. നിങ്ങൾ നോക്ക്. അപ്പയാ നമ്മളെ രണ്ടാമത്തെ ചോദ്യം. ഇത് കേട്ടോ, എന്താ ചോദിച്ചറിയോ? ഇമാമിങ്ങൾ അവിടെ നിൽക്കട്ടെ, കായക്കൊടിക്കാരാ, നിന്റെ സ്വന്തം ഉസ്താദായ ജബ്ബാർ മൗലവി, ആ മൗലവിയല്ലേ നിന്നെ പഠിപ്പിച്ചത്? വാദപ്രതിവാദത്തിന് നിന്നെ പഠിപ്പിച്ച മൗലവി, അയാളെ പുസ്തകത്തിൽ അയാൾ പറയുന്നു അങ്ങനെ വിളിച്ചാൽ ശിർക്കല്ല. അപ്പൊ നിന്റെ ഉസ്താദ് മുശ്രിക്കാണോ? ഇതായിരുന്നു നമ്മളെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം എന്താന്ന് ഞാൻ കേൾപ്പിച്ചുതരാം. ചോദ്യം ഒന്ന് കേട്ടോ. ഏതായാലും ഇപ്പോൾ പറഞ്ഞത് എന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടി നിന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാ ഇത് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. നമ്മളിങ്ങനെ കാത്തിരുന്ന് എന്താ മറുപടി പറയാം. കായക്കൊടിക്കാരൻ പറഞ്ഞു
ജബ്ബാർ മൗലവിയെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിച്ചത്? അയാൾ പണ്ടേ മുശ്രിക്കായിരുന്നു. അയാൾ 2009 തന്നെ മുശ്രിക്കായിരുന്നു. നമ്മൾ ചോദിച്ചു, ആ മുശ്രിക്കിനെ കൂട്ടിയിട്ടായിരുന്നോ നിങ്ങൾ വന്നത്? ഒന്ന് കണ്ടോളൂ. നിങ്ങൾ സ്വന്തം ഉസ്താദ് മുശ്രിക്കാണെന്ന് നേരെ പറയാൻ മടിയായിട്ട് സെൻസിങ് പത്രം എടുത്ത് വായിച്ചു. നമ്മുടെ കുട്ടികൾ തക്ബീർ ചൊല്ലിയിട്ടാണ് അത് സ്വീകരിച്ചത്. അപ്പൊ തക്ബീറിനെയും അയാൾ ആക്ഷേപിച്ചു. ഒന്ന് കണ്ടോളൂ. ഞങ്ങൾ പറയില്ലാന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു, ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ? അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. പത്രമല്ല, മുജാഹിദിന്റെ പത്രമാണത്. അതിൽ വന്നതും ശിർക്കാണ്. സ്വന്തം ഉസ്താദ് മുശ്രിക്കാണ്. നെക്സ്റ്റ് എടുക്ക്. അപ്പളാ സക്കരിയ സലായി ചാടി പുറപ്പെട്ടത്. അയാൾ നമ്മളെ ക്ലിപ്പിട്ട് കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? മൂവാറ്റുപുഴയിൽ പോയി ഞങ്ങളെ മുശ്രിക്കാക്കിയില്ലേ കായക്കൊടി? അപ്പൊ സുന്നികൾ ചോദിച്ചില്ലേ, ഈ മുശ്രിക്കിനെ കൂട്ടിയിട്ടായിരുന്നോ നടന്നിരുന്നത്? മറുപടി പറയാൻ കഴിഞ്ഞോ നമുക്ക്? എന്നിട്ട് നമ്മുടെ പ്രഭാഷണത്തിന്റെ CD ഇട്ടുകൊണ്ട് സക്കരിയ സലായി പ്രസംഗിക്കുകയാണ്. ആർക്കെതിരെ? ഇന്നലെ വരെ ഒന്നിച്ച് നടന്നിരുന്ന മൗലവി കായക്കൊടിക്കെതിരെ. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ഇപ്പൊ പറഞ്ഞു എവിടെത്തിയോ? മലക്കുകളുടെ അഭൗതിക കഴിവിൽ വിശ്വസിച്ചാൽ ശിർക്കാവൂല അല്ലേ? മുജാഹിദുകൾ മുശ്രിക്കാണ് എന്ന് നൗഷാദ് ഹസനി പറയുന്ന രംഗണ്ടല്ലോ, ഒന്ന് കാണിച്ചു കൊടുക്കും. മൂവാറ്റുപുഴ ഈ വാദം എവിടെ എത്തി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല ഹനീഫ് മൗലവി, നിങ്ങൾ സെൻസിങ് എടുത്ത് വായിച്ചത് എന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനെ കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനെ കൂട്ടിയിട്ടായിരുന്നോ നടത്തം? നിങ്ങളെ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുവഹിദുണ്ട് പറയണം ജനങ്ങളോട്. ചോദ്യം വരെ പഠിച്ചു. വലിയ കാര്യം ഇപ്പം എന്താ? നമ്മൾ സംവാദത്തിൽ പോലും തല്ലുലമില്ല. നല്ല സൗകര്യ. സംവാദത്തിന്റെ സീഡൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതും അവരാണ്. നന്നായി കിട്ടിയാൽ മതി മാത്രം. എന്നിട്ട് ഇപ്പൊ സംവാദം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒരു പടി കൂടി മുന്നോട്ട് പോയി. അതാ കായക്കൊടി പറയുന്നത്, എന്റെ ഉസ്താദാണ് ജബ്ബാർ മൗലവി, പക്ഷേ അയാൾ ചെയ്ത പണി ബിംബാരാധകന്റെ പണിയാണ് എന്റെ ഉസ്താദ് ചെയ്തത്. സഹോദരന്മാരെ, ഞാനിവിടെ ഓർക്കുന്നത് മഹാനായ ഞങ്ങളുടെ നേതാവ് ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, മരിക്കാനടുത്ത സമയത്ത്, വഫാത്തിനോടടുത്ത സമയത്ത് ഉമർ മൗലവി ഒരു കത്തയച്ചില്ലേ? എന്താ കത്തിലുണ്ടായിരുന്നത്? ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിമാകണം. ഞങ്ങൾ വല്ലാതെ വേദനിച്ചു വന്ന് അല്ലേ? പിന്നെ എന്തുണ്ടായിന്നറിയോ? ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിമാകണമെന്ന് കത്തയച്ചപ്പോ ഇന്ന് അതിന്റെ ശിക്ഷ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദുമാരെ സ്വന്തം മുജാഹിദുകൾ തന്നെ മുസ്ലിക്കാക്കുന്നു. ഇത് അവതരിപ്പിക്കുന്നത് സക്കരിയ സലായിയാണ്. അയാൾ കായക്കൊടിക്ക് ഒരു പേരെന്നിട്ട് കൊടുത്തു. എന്താ പേരെന്നറിയോ നിങ്ങൾ? ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കായക്കൊടി. എന്നിട്ട് കായക്കൊടിയുടെ ക്ലിപ്പിട്ടാൽ പ്രസംഗിക്കുന്നു. എന്താ കായക്കൊടി പറയുന്നത് അറിയോ? ജബ്ബാർ മൗലവി ചെയ്ത പണി ബിംബാരാധകൻ ചെയ്ത പണിയാണ്. ബിംബാരാധകൻ ലോക്കൽ ബിംബാരാധകനല്ല. ഇയാൾ പറയാണ്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആദ്യമായി സൗദി അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്ന അംർ ഇബ്നു ലുഹൈ എന്ത് പണിയാണോ ചെയ്തത്, അതാണ് ജബ്ബാർ മൗലവി ചെയ്തത്.
ഇത് കേട്ടിട്ട് സക്കരിയ സലായി പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെ ഉസ്താദിനല്ലേ മുശ്രിക്കാക്കിയത്. എന്നിട്ടൊരു ഫോട്ടോ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാളിങ്ങനെ സൈഡിൽ അതപോലെ ഇരുന്നിട്ട് ഉസ്താദിന്റെ ഹർക്കത്തിടാൻ പഠിക്കണ ഭാഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ഇവരുടെ പുതിയ ഗതി നമ്മളെ ആരിഫീങ്ങളൊക്കെ മുശ്രിക്കാക്കിയിട്ട് ലാസ്റ്റ് മുജാഹിദ് എത്തിപ്പെട്ട ഗതികേടെന്ന് കണ്ടോളൂ നിങ്ങൾ. അവയും പറയും ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണി ഏതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശരിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ. ആരും ആ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി അവസാനം ഒതുക്കുകൽ വിശദീകരണം ഉണ്ടാക്കാൻ വേണ്ടി മൗലവിയുടെ വീട്ടിൽ വന്നു താമസിച്ചിട്ട് അന്ന് ഹനീഫ പറയാണ്, അതിലെവിടെ അല്ലെങ്കിൽ മൗലവി ശിർക്ക്, നിങ്ങളാ എഴുതിയിൽ എവിടെ ശിർക്ക്, അതിന് ശിർക്കുണ്ട് ആരെങ്കിലും കുടുങ്ങിന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ. കണ്ടങ്ങളെ ആ ഫോട്ടോ ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ സെന്ററിൽ ഇരിക്കുന്ന ഒരാൾ, ആ വയസ്സായ ആള്, താടി നരിച്ച ആള്, അയാളാണ് ഉസ്താദ് ജബ്ബാർ മൗലവി. അയാളെ ശിഷ്യനാണ്. ഇപ്പുറത്തുണ്ടോ താഴെ കൈ വെച്ചിരിക്കുന്ന കായക്കൊടി. അപ്പൊ അയക്ക് അപ്പൊ തന്നെ തോന്നുന്നു എന്റെ ഉസ്താദ് ഏറ്റവും മുശരിക്കാവോ. അപ്പുറത്തിരിക്കുന്ന അനസ് മൗലവി, സൈഡിലിരിക്കുന്ന രണ്ട് മൗലവിമാരുടെയും വിശ്വാസത്തിൽ സെന്ററിലിരിക്കുന്ന ഉസ്താദ് ഇന്ന് മുശരിക്കാണ്. ഉസ്താദിന്റെ വീക്ഷണത്തിലോ സൈഡിലിരിക്കുന്ന രണ്ടും കാഫിറുമാണ്. 3 നരകത്ത് കണ്ടുപോയി. നമ്മളെ വിശ്വാസപ്രകാരമല്ല. മാറ്റം കണ്ടോ നിങ്ങൾ? ഇനി സാർവണ്ണത്തിന് ശൈത്താൻ കൂടി, അതും കൂടി ഒന്ന് കണ്ടോളൂ. യാ ഇബാദല്ലാഹ് എന്നുള്ള ഹദീസ് ഇവരെ ശക്തമായി പിടികൂടിയ രംഗം കൂടി നിങ്ങൾ കണ്ടോ? സക്കരിയ സലാഹിന്റെ ഉസ്താദായിരുന്നു ആര്? അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫി ഹദീസ് കേട്ടിട്ട് ആകെ ബേജാറായി. അയാൾക്ക് ശൈത്താൻ കൂടി. അയാള് വെല്ലുവിളിക്കുകയാണ് സക്കരിയ സലാഹിനോട്, കൊണ്ടുപോടാ ഹദീസ്. എവിടുന്ന് കിട്ടിയതാണ് എനിക്ക് ഹദീസ്? ആരാണ് എനിക്ക് ഹദീസ് പഠിപ്പിച്ചത്? ഫുള്ളും ഇതിട്ടിട്ട് സക്കരിയ പറയാണ്, കണ്ടോ എന്റെ ഉസ്താദിന് ശൈത്താൻ കൂടിയില്ലേ. ഒന്ന് കേട്ടോളൂ നിങ്ങൾ ഇവരെ അവസ്ഥ. ഇനി നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ഒന്നും കൂടി പറയട്ടെ. മൂപ്പരാളിപ്പോ ഈ ദുഷ്പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള്. അതിന് മുമ്പ് മൂപ്പരാക്ക ലാസ്റ്റ് ക്ലിപ്പ് ഒന്ന് ഇട്ടുകൊടുത്താ കള്ള ഹദീസും പിടിച്ച് നടക്കുക തന്നെ. അതൊന്ന് കേട്ടോ നിങ്ങൾ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എങ്ങനെയുണ്ട്? ഇന്നലെ കരയായിരുന്നു. ഞാൻ തലശ്ശേരി വന്നിട്ട് സക്കരിയാൻ എത്ര ഞാൻ അതിൽ നിർത്താൻ നോക്കിയെന്നറിയോ? എന്റെ കരളല്ലേ എന്നത്താ. ഇപ്പൊ കണ്ടില്ലേ ശൈലി? ശൈലി കള്ള ഹദീസും പിടിച്ച് നടക്കണ്ടടാ മുഹദ്ദിസേ, ഇങ്ങോട്ട് വാടാ. ഇതൊക്കെ ആരെ ശൈലിയാ? ഇതൊക്കെ ആരെ ചെയ്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയാ? ഇയാൾക്കല്ലേ യഥാർത്ഥ ശൈത്താൻ കൂടിയിട്ടുള്ളത്? ഇപ്പൊ കണ്ടില്ല നിങ്ങള്? ഇനി കേട്ടോളി. 2009 ഇദ്ദേഹത്തോട് എല്ലാ മൗലവിമാർക്കും കൂടി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇപ്പൊ ഉസ്താദ് മുശ്രിക്ക്, ശിഷ്യൻ കാഫിർ, ആകെ മാറി മറിഞ്ഞൊരു അന്തരീക്ഷം. നശിച്ചു ഈ കൗമ്. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? ഇത് പറയുമ്പോ വേറെ ആരെങ്കിലും ചോദിക്കും, അതിനൊക്കെ തന്നെ മറുപടി പറയാ. ഉസ്താദെ നിങ്ങൾ ഇല്ലപ്പോ പല ഗ്രൂപ്പും, ഇപ്പൊ അതാ ലാസ്റ്റ്. അതിന് മറുപടി പറയാൻ ഞാൻ സക്കരിയ സലാഹിനെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളൊന്നും പറയുന്നില്ല. ശരിക്ക് കേട്ടോ, ഓരോന്നും പഠിക്കണം. പതൊക്കെ ചോദിക്കണ്. സമസ്ത പിന്നുണ്ടായതല്ലേ, ഞങ്ങളല്ലേ ആദ്യം ഉണ്ടായത്. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇവിടെ ദീൻ പഠിപ്പിച്ചു സ്വഹാബികൾ ദീൻ പഠിപ്പിച്ച് ഇങ്ങനെ വന്ന് ഒരു മുജാഹിദുള്ള ജമാഅത്തുള്ള തബീലുമില്ല, ഒന്നുമില്ല. ഇവിടെ ഐക്യത്തോടെ ജീവിച്ചപ്പോ 921 ശേഷം അപ്പോ പണ്ഡിതന്മാരെ നേതൃത്വം അവിടെ എല്ലാവർക്കും. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ സുന്നിയാണ്, മങ്കൂസ് മൗലിദ് നേതാവാ. അവര് എല്ലാ സ്ഥലത്തേക്കും ഓരോ ആളുകൾ നിശ്ചയിച്ചു കൊടുക്കും.
അതാ വടക്കത്തിരുന്ന മുസ്ലിയാക്കന്മാരെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ നാട്ടിലും ഒരു ഖത്തീബ്, ഒരു നേതൃത്വം, ഒരു ഖാദി, ഒരു സംഘടനയ്ക്ക് ഇവിടെ ആവശ്യമില്ല. സുന്നികൾ ഇങ്ങനെ ഒഴുകി പോവുക ഒരേ രൂപത്തിൽ. അപ്പൊ മുജാഹിദുകൾ വന്നുകൊണ്ട് പ്രസ്ഥാനം ഉണ്ടാക്കി. ഐക്യസംഘം എന്ന് പേരിട്ടാ വന്നത് മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ. അപ്പൊ നമ്മളെ പണ്ഡിതന്മാര് പറഞ്ഞു, ഇനി നമ്മളിങ്ങനെ അടങ്ങിയിരുന്നാ പോരാ, നമുക്ക് സംഘടിക്കണം. അങ്ങനെ സംഘടിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. മനസ്സിലായോ? കള്ളന്മാര് വരുമ്പോഴല്ലേ പോലീസിനെ വിളിച്ചോണ്ടേ ആവശ്യമുള്ളൂ? അത് തന്നെ അല്ലേ? വൈറസ് ഉണ്ടാവുമ്പോഴല്ലേ ആന്റിവൈറസ് വേണ്ടിരാ, ആദ്യം ആന്റിവൈറസിനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഒന്നിച്ചു പോന്നിരുന്ന ഈ സമുദായത്തെ മുജാഹിദും ജമാഅത്തും വന്ന് സംഘടനാ ശക്തി ഉപയോഗിച്ച് തകർക്കാൻ വേണ്ടി നോക്കുമ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, ഇനി അടങ്ങിയിരിക്കാൻ പറ്റൂല, ഇനി നമ്മൾ രംഗത്തിറങ്ങണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയ വഹാബി പ്രസ്ഥാനം, അതേപോലെ മുഹമ്മദ് ഇല്യാസ് ഉണ്ടാക്കിയ തബ്ലീഗ് പ്രസ്ഥാനം. തബ്ലീഗ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? കാണാൻ നല്ല രസമുണ്ടാവും, താടി, പിന്നെ ഒരു തസ്ബീഹ് മാല. ഞാൻ പറയട്ടെ, മുജാഹിദുകൾക്ക് എന്തൊക്കെ ആദർശ വ്യതിയാനമുണ്ടോ അതെല്ലാം തബ്ലീഗിലുണ്ട്. അതിന്റെ ക്ലിപ്പ് 2-3 മണിക്കൂർ ഞാൻ വിശദീകരിച്ച് തന്നെ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് മറഞ്ഞ കാര്യം അറിയുമെന്ന് വിശ്വസിച്ചവൻ മുശ്രിക്കാണെന്ന് വരെ ഈ തബ്ലീഗിന്റെ ജമാഅത്തുകാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 4 ദിവസം പോയപ്പോ 4 ദിവസം കൊണ്ടൊന്നും പഠിപ്പിക്കൂല, തബ്ലീഗിലേക്ക് കൂട്ടി ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ മെമ്പറാക്കി നമ്മൾ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ സമസ്തയും പറഞ്ഞ എന്താ, ഇവരെ കുറിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞു അത് പുത്തൻവാദികളുടെ സംഘടനയാണ്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിഷേധിച്ചു, നബി തങ്ങളെ നിന്ദിച്ചു. എന്തെല്ലാം പണി വഹാബി ചെയ്തിട്ടുണ്ടോ പറഞ്ഞ ഇസ്തിഗാഥ ശിർക്കാണെന്ന് തബ്ലീഗിന്റെ കിതാബിലുണ്ട്. സഹോദരന്മാരെ, ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, മുജാഹിദും തബ്ലീഗും ഖാദിയാനിയും എല്ലാം ഇവിടെ വന്നു. അവര് വന്നപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. അപ്പൊ നിങ്ങളും 2 അതിന് സക്കരിയ മറുപടി പറയുന്നത് കേട്ടോ, സുന്നികൾക്കിടയിലുള്ള ഭിന്നിപ്പ് പോലെയല്ല ഞങ്ങളെ ഭിന്നിപ്പ്. സക്കരിയ പറയാ, ഞങ്ങളുടെ അടിസ്ഥാനപരാ. സക്കരിയ പറയാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തുള്ള 8 ഗ്രൂപ്പ് മുശ്രിക്കാന്ന ഞങ്ങളെ അഭിപ്രായം. സുന്നിയാളെ പോലെ ശാഖാപരമായ തർക്കല്ല, ഞങ്ങളുടെ അടിസ്ഥാനപരമാണ്. ആ മറുപടിയും കൂടി നിങ്ങളൊന്ന് കേട്ടോ. സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഏർപ്പാടുകൾ തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. അബ്ദുസ്സലാം സുല്ലമിയും മടവൂരികളും അത് ശരിയാണ്, സഹിഹാണ്, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. അതാ ഞങ്ങളും മടവൂരികളും തമ്മിലെ വ്യത്യാസം. AP EK തമ്മിലുള്ളതുപോലെ വ്യത്യാസമല്ല, ഞങ്ങൾ ശരിക്കും ആദർശപരമാണ് വ്യത്യാസമെന്ന് മടവൂരികളും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേറെ ചിന്താധാരയാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ വേറെ ചിന്താധാരയാണ്, ഞങ്ങൾ വേറെയാണ്. ഈ രൂപത്തിലാണ് 8ആയി പൊട്ടിയ മുജാഹിദിന്റെ പുതിയ രൂപം. നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഉള്ളിൽ ഒരു കാര്യം മനസ്സിലായി. അൽഹംദുലില്ലാഹ്, മർക്കസിന്റെ സമ്മേളനം വരുമ്പോ, SSFന്റെ സമ്മേളനം വരുമ്പോ ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞോട്ടെ, മുജാഹിദും അംഗീകരിച്ചു ആ സത്യം. അതെന്താന്നറിയോ? സക്കരിയ സലാഹി ഇപ്പൊ കായക്കൊടി ഒരു ഉപദേശം. അതെന്താ? ജമാഅത്തെ ഇസ്ലാമിനോട് സംവാദം നടത്തുന്ന മാതിരി സുന്നിയാളായിട്ട് നടക്കൂല. ഒരു കിതാബ് ഓതി പഠിച്ച ആളുകളാ. അവിടെ കാളമൂത്ര പ്രസംഗം നടക്കൂല. തബ്ലീഗുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളതാ, ജമാഅത്തെ ഇസ്ലാമിക്കാരോട് പറയാനുള്ളത്, എല്ലാരോടും. മുജാഹിദിനോട് ഞങ്ങൾ പറഞ്ഞില്ല, ചോദിച്ചോ, എന്തിനാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാ, ഞങ്ങൾ ഇതാ മൈക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാ, ഞങ്ങൾ ഇരുന്ന് തരാൻ തയ്യാറാണ്. കിതാബ് വേണോ, കിതാബ് വരും, എല്ലാ ആവശ്യത്തിനും വരും, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതല്ലേ പറയുന്നത്? ഇത് കണ്ടോ നിങ്ങള്? ഇത് പറയാനൊരു കാരണമുണ്ട്. ഈ അടുത്ത കാലത്തായി മുഖാമുകൾക്കും സംവാദത്തിനൊന്നും സക്കരിയ സലാഹി വരാറില്ല. അപ്പൊ കായക്കൊടി അനസും പറഞ്ഞു ഇയാൾക്ക് പേടിയായിട്ട് വരാതിരുന്നതാണ്. സംവാദം വരുന്ന അന്ന് സക്കരിയ സലാഹി ഫോൺ ഓഫ് ആക്കും. അപ്പൊ സലാഹി പറഞ്ഞു, ഞാൻ മാത്രല്ല നമ്മളെല്ലാരും ഓഫ് ആക്കലല്ലേ, പിന്നെ എന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് ഇയാൾ പറയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് നമ്മള് വാദപ്രതിവാദത്തിന് പോണാരി സുന്നിയാളായിട്ട് നടക്കൂല. അതന്നെ ഞങ്ങളെ പവർ. ഒന്ന് കണ്ടോളുങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാലത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീദ് സലാഹി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും, മറ്റയാൾ ഇങ്ങനെ അങ്ങനെ 3 ആളും 3 ഭാഗത്ത് നിന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്നിയാളായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖം, കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്.
അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ജംഇയ്യത്ത്. അൽഹംദുലില്ലാഹ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ആലിമീങ്ങൾ പണിയെടുത്ത് ഇവിടെ മുതലാവുകയാണ്. 35 കൊല്ലല്ലേ മർക്കസ് കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് 40ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്ക് സകല വഹാബിയും ഈ കേരളത്തിൽ നിന്ന് ഇല്ലാതെയാകും. അതിലൊരു തർക്കവുമില്ല. ആ കോലത്തിലായില്ലേ സംഭവം. ആളുകൾ പഠിക്കല്ലേ. നോക്കുങ്ങള് ആദർശം പഠിക്കാനൊക്കെ നിങ്ങളൊന്ന് കാരണം എന്തേ സുന്നി മുജാഹിദും തബ്ലീഗും തമ്മിലുള്ള വ്യത്യാസം പഠിക്കൂല. ഒരക്ഷരവും പഠിക്കൂല. ഞങ്ങളെ ശൈലി എന്താ? ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചു ഓരോ കാര്യങ്ങളും. അത് നിങ്ങൾക്കും ബോധ്യമല്ലോ. ഇപ്പൊ നമ്മളെ സാധാരണക്കാരായ ആളുകളൊക്കെ ആദർശം പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മളെ കണ്ണൂർ ജില്ലയിലെ നമ്മളെ മുഹമ്മദ് രാമന്തലിയുടെ നേതൃത്വത്തിൽ ആദർശ പഠനത്തിനായി ഒരു കോഴ്സ് തന്നെ തുടങ്ങി. ഒരു 10-11 ദിവസം ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് താമസം കൊടുത്തിട്ട് ആദർശം മാത്രം പഠിപ്പിക്കാം. 13ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോ ഏതെങ്കിലും ഒരു ബാച്ചിൽ എല്ലാവരും ചേരണം. എന്തിനാണെന്നറിയോ? ആദർശം പഠിക്കണം, വഹാബിയെ കുറിച്ച് അറിയണം, തബ്ലീഗിനെ കുറിച്ച് അറിയണം. കോലം കണ്ടാൽ മാത്രം സാധനം തിരിയില്ല. ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്. അപ്പോ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ചേരണം. അതിന്റെ ചെറിയൊരു കൂപ്പൺ ഉണ്ട്. അത് നിങ്ങളെടുത്ത് എത്തുമ്പോൾ എല്ലാം സംഭാവനയും കൊടുക്കണം. കാരണം എല്ലാവരും ആദർശം പഠിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് എല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു 10, 20, 50 കൊടുത്ത ചെറിയ പൈസ, പക്ഷെ അത് വലിയ ഒരു ഫലം. ഇൻഷാ അല്ലാഹ് വേറെ ഒരു ലക്ഷ്യമില്ല. ആദർശം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. ഇത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഒരു പഠനം നടത്താതെ, ഒരു കിതാബും വായിക്കാതെ മുസ്ലിയായി പ്രഭാഷണം ബോർഡിച്ച് പ്രസംഗിക്കാത്തത്. എന്നിട്ട് മലപ്പുറത്ത് വന്നിട്ട് ഹമീദ് മൗലവി എന്ന ഈ സാധനം പറയുന്ന കേട്ടോ. എന്താ പറയുന്നത് അറിയോ? ലൂത്ത് നബിന്റെ കാലത്താണ് വെള്ളപ്പൊക്കം തൂഫാൻ ഉണ്ടായത്. ആരെ കാലത്താ തൂഫാൻ ഉണ്ടായത്? നൂഹ് നബിന്റെ കാലത്തല്ലേ? ഇയാൾ പറഞ്ഞ ലൂത്ത് നബിന്റെ കാലത്താണ്. ഇത് പറഞ്ഞപ്പോ സ്റ്റേജിന്റെ ബാക്കിലുള്ള ഒരു മൗലവി തോണ്ടിയിട്ട് പറഞ്ഞു, ചങ്ങായി അതാ ലൂത്ത് നബി അല്ല നൂഹ് നബിയാണ്. ഇയാൾ പറഞ്ഞു, ആര് പറഞ്ഞിട്ട് കാര്യം ഞാൻ വിടുന്ന പ്രശ്നമല്ല, അത് നൂഹ് നബി തന്നെയാണ്, അല്ല ലൂത്ത് നബി തന്നെയാണ്. പിന്നെ അതിന്റെ പിന്നിൽ സൈക്കിൾ എടുത്ത് കൂടി ഇയാൾ പറഞ്ഞു ലൂത്ത് നബി അല്ല എന്ന് പറഞ്ഞാൽ കാഫിറാവും. പിന്നെ വേഗാവുമല്ലോ. പിന്നെ ഇയാൾ എപ്പോഴാ പെടുന്ന നിങ്ങള് മങ്കൂസ് മൗലിദ് എടുത്തു. ആകപ്പാട് അത് എതിർക്കാൻ അതെല്ലാം പറഞ്ഞുണ്ടാക്കിയത്. എന്നിട്ട് അതിങ്ങോട്ട് വായിച്ചു നോക്കുമ്പോ അതിലെന്താ ഉള്ളത്? ലൂത്തുന്നല്ല നൂഹെന്നല്ലേ. നൂഹെന്ന് വായിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായത് ആകെ പറ്റിച്ചിട്ടോ. പിന്നെ മിണ്ടണില്ല. പിന്നെ ഇങ്ങനെ ഇടിവിട്ടേറ്റം അതിന് മോൾപ്പെട്ട് നോക്കി നിൽക്കുക. അപ്പൊ ചെങ്ങായി പറഞ്ഞു, എന്നോട് നേരത്തെ തന്നെ പറഞ്ഞില്ല ചങ്ങായി അതാ നൂഹ് നബിയാണ്. പിന്നെ ഇയാൾ പറയാണ് ഞാനതൊക്കെ വന്ന് പെട്ടതാ, എനിക്കത് അറിഞ്ഞൂടാ. അപ്പൊ പഠിക്കൂല, പഠിക്കണോലെ പഠിക്കാൻ അയക്കൂല. ചില എന്താ അതിന്റെ അവസ്ഥ ഒന്ന് കണ്ടോളൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ മതി തന്നെ. എൻ്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാ കേട്ടോ. കുറേ ദിവസമായി പരിപാടിക്കൊന്നും പോലില്ല, വെയ്യ വയസ്സനായി, 10-60 വയസ്സോളായി. അപ്പൊ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം.
എന്തിനാ മോനെ കൂടുതൽ പോണു? ഒന്ന് പോരത്, ദുന്യാവ് കയ്യോളത് മതി. ഇത് ഇയാളിൽ ഇസ്ലായി പ്രഭാഷണ ബോർഡ് വെച്ച് പ്രസംഗിക്കണേ. എന്നിട്ട് ഇയാൾ പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്ക് പേച്ചു. എന്താണിത്? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് എവിടെ എത്തി നിറങ്ങള്? AP ഉസ്താദിനെ പേച്ചു എന്നല്ല പറയുന്നത്, EK ഉസ്താദിനെ പേച്ചു എന്നല്ല പറയുന്നത്. ആർക്ക് പേച്ചു എന്നാ പറഞ്ഞത്? ഷാഫി ഇമാമിന് പേച്ചു. അതാ ഇതിന്റെ ഗൗരവം. ഞാൻ കേൾപ്പിക്കാൻ പോവാ, ശരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇതിൽ വേറെ ലക്ഷ്യമില്ല. ഒരൊറ്റ മുജാഹിദിൻ, എല്ലാ മുജാഹിദീങ്ങളും സ്വാഗതം ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ ചോദിച്ചോ? കാരണം എന്താ? ഇനി തബ്ലീഗ് ജമാഅത്തായാലും ജമാഅത്തെ ഒക്കെ ഇതാ ഇമാമിങ്ങളെക്കാൾ അപ്പുറം പോകും നിങ്ങളെ ചിന്ത. മനസ്സിലായി നിങ്ങൾക്ക്? ഇമാമിങ്ങളെക്കാൾ അപ്പുറം എങ്ങനെ ഇവര് പോവുക? മുഹമ്മദ് ഇല്യാസ് ഉണ്ടാക്കിയ പാർട്ടി എങ്ങനെ ഇമാം നബവി പറഞ്ഞ സുന്നത്ത് ജമാഅത്തിനേക്കാൾ അപ്പുറത്തേക്ക് പോവുക? അതില്ല, അത് പോകൂല. നോക്കൂ, നിങ്ങളൊരു മസ്അല ഞാൻ നിങ്ങളോട് പറയാ. സക്കരിയ സലാഹി എന്ന മുജാഹിദിന്റെ നേതാവ് ഇമാം ഷാഫിയെ തിരുത്തുന്നത് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അപകടമാണ്, വലിയ അപകടമാണ്. ഇമാമിങ്ങളെ തിരുത്താൻ ഒരു മൗലവിയുമായിട്ടില്ല. ഏതാ വിഷയം എന്നറിയോ? വുളൂ മുറിയുന്ന 4ാമത്തെ കാര്യം ഏതാ? വലിയവരും മന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഇത് മുജാഹിദിന് തീരെ കേട്ടുള്ള. എപ്പോഴും പെണ്ണുങ്ങളൊപ്പമാണല്ലോ. അപ്പൊ ആദ്യകാലത്ത് പറഞ്ഞു ഭാര്യനെ തൊട്ടാ മുറിയില്ല. ഇപ്പൊ പറയുന്ന ഒരൊറ്റ പെണ്ണിനെ തൊട്ടാലും മുറിയില്ല. ഒന്നും മുറിയുന്നില്ല, ഒന്നും മുറിയൂല. അപ്പൊ പിന്നെ മുറി എന്ന് പറഞ്ഞ നമ്മളെ പരിഹസിക്കുന്ന ആദ്യങ്ങളൊന്ന് കണ്ടോ എന്ന് ഞാൻ ഷാഫി ഇമാമിന് തെറ്റി എന്ന് പറയുന്നത് കാണിച്ചുതരാം. ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇപ്പൊ പെണ്ണുങ്ങളെ തൊട്ടാ ഒന്നുമുറിന്നല്ലേ കേരളത്തിലെ ഷാഫികള്? സ്വന്തം ഭാര്യയെ പോലും തൊട്ടാ ഒന്നുമുറിന്ന. മഗ്‌രിബ് കഴിഞ്ഞിട്ട് എശസ്കരിക്കാൻ വേണ്ടി നിൽക്കാരക്കുപ്പായിട്ടിരിക്കണ ഭാര്യനോട് പറഞ്ഞോളെ ഒരിത്തിരി കഞ്ഞിവെള്ളം എടുത്താന്ന് പറഞ്ഞാ ഓള് നായ്ക്കുട്ടി കൊടുക്കുന്ന മാതിരിയാ കൊടുന്ന് വെച്ചിട്ട് മാറിക്കും. മാപ്പിളന്റെ കൈ കൊടുത്താൽ കയ്യും തട്ടിപ്പോകുമല്ലോ അല്ലേ? പണ്ടത്തെ പരിപാടി അങ്ങനെയാണല്ലോ. ഓന്റെ മനുഷ്യ, ഞാൻ ഈ വിഷയം കൂടി നിക്കരിച്ചിട്ട് ഈ മുക്കാർക്കുപ്പായി അയക്കയച്ചു നിങ്ങളൊരു കഞ്ഞിവെള്ളം ചോദിക്കുന്നതാ വെച്ചിട്ട് ഇങ്ങോട്ട് മാറിക്കും. കാരണം മാപ്പിളന്റെ കയ്യെത്തിയ ഒന്ന് മുറിഞ്ഞു പോകുന്ന ഇപ്പോഴും വിശ്വസിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്രതിഹതമായ പോരാട്ടവും തേരോട്ടവും കൊണ്ട് ഇപ്പൊ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാ മാറ്റം? മൂപ്പര് ഒതുണ്ടാക്കിയ ആദ്യം ഭാര്യന്റെ അടുത്തേക്ക് വരും. 2 ഉണ്ടാകാൻ 2 പോകും. എന്നിട്ട് ആ കയ്യൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഞാൻ വരട്ടെ കുട്ടി എന്നൊക്കെ പറഞ്ഞെന്ന് പോരും. എങ്ങനെയാ നിസ്കാരം ശരിയാവോ? നിങ്ങൾ നോക്കി എന്താ ഇയാളെ അവസ്ഥ? സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയുമെന്ന് ആരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്? ഔ ജാഅ അഹദും മിനൽ ഗായിത് ഔ ലാമസ്തുമുൻ നിസാഅ. സൂറത്തുൻ നിസാ നിങ്ങൾ എടുത്ത് നോക്ക്. അതിൽ പറഞ്ഞില്ലേ, നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയാൽ ഔ ലാമസ്തുമുൻ നിസാഅ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ആരാ ഷാഫി ഇമാം? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. എന്റെ കുടുംബത്തിൽ ഒരു പണ്ഡിതൻ വരും. ആ പണ്ഡിതൻ ഭൂമിലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് പറഞ്ഞത് ആരെ കുറിച്ച്? ഷാഫി ഇമാമിനെ കുറിച്ച്. 7ാം വയസ്സിൽ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കി. 10ാം വയസ്സിൽ ആയിരക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ, നിന്റെ പെങ്ങൾ, നിന്റെ അമ്മായി, നിന്റെ മകൾ പോലെയുള്ള വിവാഹബന്ധം ഹറാമായവരൊഴികെ ഭാര്യയടക്കമുള്ള ആരെ തൊട്ടാലും മുറിയും. ഇത് പറഞ്ഞുകൊണ്ട് ഇയാൾ പറയാണ്, ആ ആയത്ത് വിശദീകരിച്ചിടത്ത് ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. ഷാഫി ഇമാം എന്നാ മക്കളെ ജനിച്ചത്? ഹിജറ 150. ഇയാളോ ഇനിയാന്ന്. ഇയാൾ ആരാ ഷാഫി ഇമാമിനെ തിരുത്താൻ? ഒന്ന് കേട്ടോളൂ, ഇയാളെ ധൈര്യം ചില്ലറൊന്നുമല്ല. പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണിനെ തൊട്ടാ ഒതുമുറിയാന്നുള്ള പ്രശ്നം തന്നെയല്ല. ഔ ലാമസ്തുമുൻ നിസാഅ എന്ന ആയത്ത് ഇമാം ഷാഫി മനസ്സിലാക്കിയത് തെറ്റാണ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു സ്പർശിച്ചാൽ. അവിടെ സ്പർശിച്ചാൽ എന്നല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് അർത്ഥം. അന്യം തൊടാ അർത്ഥം കുഴപ്പമില്ല. പക്ഷെ അപ്പൊ ഒതു മാത്രല്ല മുറിയാം. ഇയാൾക്ക് ഒതുല്ല, കുളിയില്ല.
ഷാഫി ഇമാമിനെ തിരുത്തിയ കോല കണ്ടില്ല നിങ്ങളാരാ ഷാഫി ഇമാമിനെ തിരുത്താൻ? ലോകത്തൊരു പണ്ഡിതനും തിരുത്തിയിട്ടില്ലല്ലോ. മറ്റു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഷാഫി ഇമാമിനെ തെറ്റിപ്പോയെന്ന് ഒരു പണ്ഡിതനും പറയില്ല, ഇന്നേ വരെ പറയില്ല. എന്നിട്ട് ഇയാൾ പറയാ ഷാഫി ഇമാമിനെ തെറ്റി. ഇയാള് പറയണോ നിങ്ങൾക്ക്? ആരാ സക്കരിയ സലായി? നിങ്ങൾക്കറിയോ? മദീനത്തെ റൗദ. മദീനത്തെ റൗദ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ ഈമാനുള്ള മനുഷ്യന്റെ കണ്ണെങ്ങോട്ടാ പോവുക? ആ പച്ചക്കുബ്ബയിലേക്കല്ലേ ആദ്യം പോവുക. പച്ചക്കുബ്ബ കണ്ടാൽ എന്തൊരു സന്തോഷം. മദീനയിൽ നിന്ന് പോരുമ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് എങ്ങോട്ടാ? ആ കുബ്ബയോട് വിട പറയുമ്പോ എന്തൊരു വിഷമം. എന്നാൽ ലോകത്താദ്യമായി ആ പച്ചക്കുബ്ബ അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതാണ് ഈ സക്കരിയ സ്വലാഹി. പുരിയാരം പറഞ്ഞില്ലേ, അസ്സലാമു അലൈക്കും അയ്യുവൻ നബിയു എന്ന് പറയുമ്പോ കഴുതനെ ഓർത്താലും കുഴപ്പമില്ല, നബി തങ്ങളെ ഓർക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാരും ഹബീബിനോടാ കളി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആൾ അവിടെ മദീനയിൽ വരുന്നുണ്ട്. മദീനയിലേക്ക് അമേരിക്കയിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, യുഎഇയിൽ നിന്ന്, എല്ലാ രാഷ്ട്രത്തിൽ നിന്നും വരുന്നു. ആർക്കും തർക്കമില്ല, എല്ലാവരും ആദരിക്കുന്നു. ഇയാള് പറയാണ് ഞങ്ങൾക്ക് സൗദിന്റെ ഭരണം കിട്ടിയ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുബ്ബ ഞങ്ങൾ അടിച്ച് തകർക്കുന്നു. ഇവർക്കൊരു വാർഡിന്റെ ഭരണം പോലും പെടില്ല, സൗദിന്റെ ഭരണം പൂതി പറയണേ. എന്നിട്ട് പറഞ്ഞ കേനം എന്ന് കേരള നേതൃത്വത്തിന് വിചാരിച്ചു. പക്ഷെ എന്തായി അല്ല കൊടുത്ത് കുബ്ബപ്പൊളപ്പം തന്നെ ഉണ്ട്, അതേപോലെ ഉണ്ട്. പക്ഷേ കുബ്ബ പൊളിക്കുമെന്നറിഞ്ഞ ആളെ കേന്നമിൽ നിന്ന് പോലും പോയി. അതല്ലേ ഉണ്ടായത്? അല്ല കൊടുത്ത ശിക്ഷയാണ്. അയാളെ പ്രസംഗം ഒന്ന് കേട്ടോ. ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് താർക്കാൻ കേന്നമിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. കേന്നമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. കേന്നമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ കേന്നമെന്ന് മൂപ്പരെന്നെ പോയി അല്ലേ? ആരുമായിട്ടാ കളിച്ചത്? ഹബീബായ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ വെറുത്തവരോട് നമുക്ക് സന്തോഷം പാടില്ല. മനസ്സിലായോ? ഇത് വ്യക്തിപരമല്ല വിഷയം. എന്നിട്ട് ഇപ്പൊ കണ്ടോ നിങ്ങൾ, ബാലുശ്ശേരി പറയാണ് നമ്മളെ വായതിനൊന്നും പോണ്ടട്ടോ, ഉപദേശിച്ച് നടക്കുക. സുന്നിയ ഒന്ന് പേടിച്ചിട്ട് പുതിയ ഉപദേശം കേട്ടോ ബാലുവിന്റെ. സമസ്തക്കാരെ, നൗഷാദ് ഹുസൈനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. നിങ്ങൾ എവിടെ ഓടിയിട്ടും കല്ല പിടിച്ച് ഞങ്ങൾ കൊണ്ടുവരും. ജനകീയ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ബാലുശ്ശേരിക്കും സാധ്യമല്ല. നിങ്ങൾ എങ്ങോട്ടോടാനാ? ഞങ്ങളെ റഡാറില്ലാത്ത വല്ല സ്ഥാനം ഭൂമി ലോകത്തുണ്ടോ? എന്താ ഇയാൾ പറയാണ്? ആരോട്? മക്കളെ, ഈ SSF ഒരു സംഭവാട്ടോ. നിങ്ങൾ ബെഡ്റൂമിൽ പോലും സൂക്ഷിക്കണം. അസനിയൻ തക്കാഫി അവിടെ ഉണ്ടോ നോക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. വിടൂലങ്ങളെ, കാരണം നിങ്ങൾ തകർക്കാൻ നോക്കിയത് നിങ്ങൾ ആവേശമാണ്. വ്യക്തിപരമായിട്ട് ആരോടും വൈരാഗ്യം കേട്ടോ. നമ്മളെ കോഴിക്കോട്ട് മിനിയാന്ന് വന്നില്ലേ, അയാളൊന്ന് കാണിച്ചു കൊടുക്കും. 100 ആള് വന്നില്ലേ? 25ഓളം ആളുകൾ നേരെ കോഴിക്കോട്ട് വന്നവർക്ക് സ്വീകരണം നൽകി. അവിടെ പ്രസംഗിച്ചില്ലേ അവിടെ ആളുകൾ? നിങ്ങൾ നോക്ക്, നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സുന്നി പ്രസ്ഥാനത്തിലേക്ക് വന്ന നയാബ് എന്ന് പറയുന്ന ആ സഹോദരൻ, ഇയാൾ ആരായിരുന്നറിയോ? MSM-ന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അയാൾ വന്നില്ലേ തിരുവനന്തപുരം? ആ പ്രസംഗം ഞാൻ കേൾപ്പിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു. ഏത്? ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ വൈരാഗ്യമില്ല. നിങ്ങൾ ഇന്ന് മുജാഹിദിൽ നിന്ന് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിന് മെമ്പറായാൽ ഞങ്ങളെ മക്കളെക്കാൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. കാരണം എന്താ? ഞങ്ങളെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. സ്നേഹം അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, വെറുപ്പും അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഞങ്ങളെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഏറ്റവും അവസാന ഘട്ടം സിറാത്ത് പാലം എന്നൊരു പാലമുണ്ട്.
ആ പാലത്തിന്റെ മുകളിൽ, ആ പാലം സഹോദരന്മാരെ, അത് പുഴക്ക് മീതെ ഇട്ട പാലമല്ലല്ലോ, റെയിൽ പാതയുടെ മേലെ ഇട്ട പാലമല്ല. അതേതാണ് പാലം? അതിന്റെ താഴെ നരകമാണ്. ആ പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഒരാൾക്കും ഒരാളെയും ഓർമ്മയില്ല, ഒരു ഉപ്പക്കും മകനെ കുറിച്ച് ചിന്തയില്ല, ഒരു ഭാര്യക്കും ഭർത്താവിനെ കുറിച്ച് ഓർമ്മയില്ല, ഒരു നേതാവിനും അനുയായിയെ കുറിച്ച് ചിന്തയില്ല. ആ സമയത്ത് അതാ ഒരു നേതാവ് വരുന്നു. ആ നേതാവ് പാലത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി സല്ലിം റബ്ബി സല്ലിം, അല്ലാഹുവേ ഇവനെ രക്ഷപ്പെടുത്തണേ, ഇവളെ രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ പറയുന്നൊരു നേതാവ്. ആരാണ് ആ നേതാവ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉമ്മക്കും ധൈര്യം വരാത്ത സമയത്ത് നമ്മുടെ കൈപിടിക്കുന്ന നേതാവ്. ആ നേതാവിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് എന്തിനാ രക്തം ഒഴുക്കിയത്? ഈ ദീൻ ഇവിടെ എത്തിച്ചു തരാനാ. ആ ദീൻ ഇവിടെ എത്തിച്ചു തരാനല്ലേ സഹോദരന്മാരെ മഹാനായ ഹംസ തങ്ങൾ തന്റെ കരൾ കൊടുത്തത്. എന്നിട്ട് ഈ ദീനിനെ നശിപ്പിക്കുമ്പോൾ നമുക്ക് അവരോട് സ്നേഹം വരുന്നുണ്ടോ? നിന്റെ അയൽവാസിയുടെ പശു നിന്റെ പറമ്പിൽ വന്ന് നിന്റെ തെങ്ങിൻ തൈ കടിച്ചു കൊണ്ടുപോയപ്പോ നീ വെറുപ്പ് പ്രകടിപ്പിച്ചില്ലേ മോനെ? ദീനിന്റെ കാര്യങ്ങൾ ഒന്നൊന്നായി നശിപ്പിച്ചപ്പോ നമുക്ക് സ്നേഹം തോന്നിയെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഈമാൻ ശരിയായിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇയാൾ കോഴിക്കോട് വന്നിട്ട് എന്താ പറഞ്ഞറിയോ? മക്കളെ, ഞങ്ങളോട് ഒരുപാട് കാലം സലാം ചൊല്ലിയിരുന്നു, നിങ്ങൾ എന്നോട് മടക്കിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ സുന്നിയാണ്, ഇനി ഞാൻ ധൈര്യത്തിലൊന്ന് സലാം പറഞ്ഞോട്ടെ. ഇയാള് സലാം പറഞ്ഞു. ഒന്നും കൂടി സദസ്സൊന്നടങ്കം പറഞ്ഞില്ലേ വഅലൈക്കും അസ്സലാം. നമുക്ക് സംശയം തോന്നി പറയാൻ. വ്യക്തിപരമായ അയാളോടൊന്നുമില്ല, അയാൾ മുജാഹിദായി പോയി എന്നുള്ള കുഴപ്പം. ഇത് മാറിയപ്പോ ഒന്നിച്ച് സലാം അടക്കി. ആ രംഗം ഒന്ന് കണ്ടോളൂ നിങ്ങൾ. അതിനു മുമ്പേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു സലാം മടക്കിയാൽ തിരിച്ചു നിങ്ങൾ സലാം എനിക്ക് മടക്കണം. കാരണം വർഷങ്ങളായി നിങ്ങളോട് സലാം പറയുമ്പോൾ നിങ്ങൾ മടക്കാറില്ല. ഉസ്താദുമാരുടെ സമ്മതത്തോടെ ഞാനൊരു സലാം മടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാളും മറിച്ചു നിന്നില്ല, ആവേശത്തോടെ പറഞ്ഞില്ലേ വഅലൈക്കും അസ്സലാം. കാരണം ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബഗ്ദു ഫില്ലാഹ്. ഇതിന്റെ ഫലം കൂടി ഞാൻ കാണിക്ക. ബാലുശ്ശേരിയുടെ അനുഭവം കൂടി കൊണ്ടുവാ. നിങ്ങൾ ശരിക്ക് ചിന്തിച്ചോ സഹോദരന്മാരെ? നമ്മുടെ നേതാവില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സ്വഹാബികൾ എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ്. എന്നാൽ വസയജീഉ ഖൗമുൻ, ശേഷം ഒരു വിഭാഗം ആളുകൾ വരും, യസുബ്ബൂനഹും, അവര് സ്വഹാബികളെ ചീത്ത പറയും, വയന്തഖിസൂനഹും, അവരെ കൊച്ചാക്കും. അങ്ങനെ ഒരു കൂട്ടര് വന്നാൽ അവരാണ് ഈ വഹാബികൾ, തബ്ലീഗുകാർ, ജമാഅത്തുകാർ. അങ്ങനെ വന്നാൽ ഫലാ തുനാകിഹൂഹും, അവനോട് വൈവാഹിക ബന്ധത്തിന് പോകണ്ട. എന്റെ വാക്കല്ല, ഹബീബിന്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തുശാരിബൂഹും, അവന്റെ കൂടെ കുടിക്കാൻ പോകണ്ട. വലാ തുസല്ലൂ മഅഹും, അവന്റെ കൂടെ നിസ്കരിക്കാനും പോകണ്ട. വലാ തുസല്ലൂ അലൈഹിം, അവൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോകണ്ട. ഇമാം ദാറഖുത്നി ഉദ്ധരിച്ച ഹദീസാ. സഹോദരന്മാരെ, ഈ ഒരു നിലപാട് നമ്മുടെ നേതൃത്വം എടുത്ത് കിട്ടിയ നേട്ടമെന്താ? അൽഹംദുലില്ലാഹ്, ഞാൻ സുന്നിയാണെന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കണ്ടോ നിങ്ങൾ, മുജാഹിദ് ബാലുശ്ശേരി, അയാൾ വരെ അതിന്റെ ഫലം അനുഭവിച്ചു. നമ്മൾ അയകുഴമ്പം നിലപാടാണ് എടുത്തിരുന്നെങ്കിൽ ജമാഅത്തായാലും കുഴപ്പമില്ല, സുന്നിയായാലും കുഴപ്പമില്ല, മുജാഹിദായാലും കുഴപ്പമില്ല, എല്ലാരോടുമെല്ലാം എന്ന നിലപാട് എടുത്തിരുന്നുവെങ്കിൽ ഇവിടെ സുന്നി ഉണ്ടാകുമായിരുന്നില്ല. കർശന നിലപാടാ മഹാന്മാര് കൈക്കൊണ്ടത്. മഹാനായ അമാനത്ത് കോയണ്ണി മുസ്ലിയാർ, സമസ്തയുടെ ആദ്യകാല നേതാവ്, അല്ലാഹു അവിടെ ഖബർ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട മകളെ ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്തു കൊടുത്തില്ലേ? കുറച്ചു കഴിഞ്ഞപ്പോ ചങ്ങാതി മുജാഹിദായപ്പോ മഹാനായ അമാനത്ത് കോയണ്ണി മുസ്ലിയാർ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ സുന്നിയാകണം, മോനെ നീ സുന്നിയാകണം. ഇയാള് പറഞ്ഞു, ഞാൻ സുന്നിയാകൂല, എന്നാ പിന്നെ എന്റെ മകളെ ത്വലാഖ് ചൊല്ലണം.
ഞാൻ പറഞ്ഞു തൊലാക്കും ചൊല്ലൂല. സാധനം മുജാഹിദാണല്ലോ. നോക്ക് നിങ്ങള്, തൊലാക്കും ചൊല്ലൂല, ഞാൻ സുന്നിയാകൂല. മുസ്ലിയാര് പറഞ്ഞു, എന്റെ മകൾ നിന്റെ കൂടെ നാളെ നരകത്തിൽ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് മോനെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കണം. ഉപദേശിച്ചു കൊടുത്ത് ഒഴിവാക്കൂല, വാശി പിടിച്ചു. അന്നത്തെ മുശാവറ ഉത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള വലിയ മഹാന്മാരുള്ള മുശാവറയിൽ വിഷയം ചർച്ചക്കെത്തി. എന്ത് ചെയ്യണമെന്ന് പണ്ഡിതന്മാര് കിതാബ് വെച്ച് ചർച്ച ചെയ്തു, ഖുർആൻ എടുത്ത് ചർച്ച ചെയ്തു. പണ്ഡിതന്മാർ അവസാനം ഫത്വ കൊടുത്തു, ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ മുജാഹിദായി എന്ന കാരണത്താൽ ഇങ്ങോട്ട് ത്വലാഖ് ചൊല്ലുന്നില്ലെങ്കിൽ അങ്ങോട്ട് ഫസ്ഖ് ചെയ്ത് ഒഴിവാക്കണം. അതാ പണ്ഡിതന്മാരെ ഫത്വ. കാരണം നരകം ഭയാനകരമാണ്, നരകത്തിൽ കടക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ പെണ്ണതാ സ്വന്തം ഭർത്താവിനെ അങ്ങോട്ട് ഫസ്ഖ് ചെയ്ത് ഒഴിവാക്കി. സഹോദരങ്ങളെ, പക്ഷേ അവിടെ ഒരു തർക്കം ബാക്കി നിൽക്കുന്നു. ചെറിയൊരു കുട്ടിയുണ്ട് ഈ ബന്ധത്തിൽ. ആ കുഞ്ഞു ഉമ്മയുടെ സമീപത്താണ്. ഭർത്താവിന്റെ ആളുകൾ വന്നിട്ട് പറയുന്നു, കുട്ടി ഞങ്ങളുടേതാണ്, ഈ കുട്ടിയെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോ ഈമാനുള്ള ഈ പെണ്ണ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ കുഞ്ഞിനെ ഇങ്ങെടുത്തു, ജനലിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, വഹാബിയായതിന്റെ കാരണം കൊണ്ട് ഒഴിവാക്കേണ്ടി വന്ന ഭർത്താവിന്റെ കുഞ്ഞ് ആ അവകാശം പറഞ്ഞ് ഇനി നിങ്ങൾ വരേണ്ടതില്ല, പിടിച്ചോ കുട്ടിയെ കൊണ്ടുപോയിക്കോ, ഈ കുട്ടിയുടെ അവകാശം പറഞ്ഞ് ഞാനിനി വരൂല. വഹാബിയുടെ മുഖം കുഞ്ഞിലൂടെ പോലെയും എനിക്ക് കാണേണ്ടതില്ല. സഹോദരന്മാരെ, കാരണം എന്താ? അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. സ്നേഹം അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, വെറുപ്പും അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഈ നയം ഫലം കണ്ടോ? ഇത് മുജാഹിദ് ബാലുശ്ശേരി. അയാളെ അനുഭവം കൂടി പറയുന്നത് കേട്ടോ. ഇയാളിപ്പോ മലപ്പുറം ജില്ലയിലാ താമസം, ചെലൂരെന്ന പ്രദേശത്ത്. ഇയാളിങ്ങനെ നടന്നു പോകുമ്പോ ചെറിയ 5 കുട്ടികളെ ഇയാള് കണ്ടത്രേ. ഇയാൾ ഉടനെ പറഞ്ഞത്രേ, അസ്സലാമു അലൈക്കും. ഇപ്പൊ സുന്നി കുട്ടികളാ. ചെറിയ ഒരു കുട്ടി മറുപടി അങ്ങ് കൊടുത്തു. എന്താ മറുപടി എന്നറിയോ? പോടാ എന്റെ ഒരു സലാം, പോയി ബാലനോട് സലാം പറയടാ, നിന്റെ സലാം എനിക്ക് ആവശ്യമില്ല. ഇയാൾ പിന്നെ ഒരു പൊട്ടനായതുകൊണ്ട് എല്ലാം വിളിച്ചു പറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ അനുഭവം കൂടി നിങ്ങൾ കേട്ടു. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6-7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം. ഇജ്ജ് പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ഉസ്താദാണ് അവരെ വളർത്തിയത്, താജുൽ ഉലമയാണ് അവരെ വളർത്തിയത്, മർക്കസാണ് അവരെ നിയന്ത്രിച്ചത്. അതാണ് നമ്മുടെ സംഘടനയുടെ പവർ. ഇനി എല്ലാവരും എഴുന്നേറ്റുന്നോളൂ, ഇത് കഴിയൂല, ഇപ്പൊ അങ്ങനെ നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ് ആവശ്യമായ സമയത്ത് എടുക്കാം. എല്ലാവരും അടുത്ത് വരും, നമുക്കൊന്ന് ദുആ ചെയ്യാം, ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495272343 924994623 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.